ചെന്താമര പൂവിൻ ചന്തം കരണക്കുള്ള ചെന്തളിർ പൂമേനി വിണിതയോ ഇട്ടു ചോരും നീ ചോപ്പും ചോണയുമേ വെന്തു പോവാനീവൻ എന്തു ചെയ്തോ. അക്കു ഡാവായിരിക്കും അമ്മ കഴിക്കാൻ എടുക്കാം. അവരെണീറ്റില്ല അമ്മ? അവൻ എണീറ്റിട്ടുണ്ട്. അവളുടെ കാര്യം പറയണം. അവളുടെ അലാറം കേട്ടിട്ട് ഈ പഞ്ചായത്ത് മൊത്തം എണീറ്റു. എന്നിട്ടും അവൾ എണീറ്റിട്ടില്ല. പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ, എപ്പോഴായാലും എണീച്ച് വന്നോളും. എണീച്ച് വന്നാലും വന്നില്ലേലും കണക്കാ. പെട്ടെന്ന് കഴിക്കണേ. മറ്റേ ഡാവിഡെ വിളിച്ചിട്ടുണ്ടായിരുന്നു, സംഭവം സെറ്റാണെന്നാ പറഞ്ഞത്. ആണോ? ഓ താങ്ക് ഗോഡ്. എത്ര നാളായതിനു വേണ്ടി. അല്ലടാ, എന്താ രണ്ടിന്റെ ഉദ്ദേശം? ഏയ് ദുരുദ്ദേശം ഒന്നല്ല അമ്മ. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാം. മമ്മ അയ്യേ, ഇന്ന് ഇഡലിയാണോ? ഈ മമ്മയ്ക്ക് എന്നും കാണും പുളിച്ച ദോശ അല്ലെങ്കിൽ ഇഡലിയോ. എനിക്ക് വേണ്ട, ഇത് വേണ്ടേ, കഴിക്കണ്ട. ആർക്കാ ഇവിടെ നിർബന്ധം? മമ്മ വേണം, ഇത് കഴിച്ചിട്ട് പോവാൻ നോക്കടി. നീ പടവട്ടി. കിട്ടാലൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇന്നിരുന്ന് കഴിക്കാൻ നോക്ക്. അമ്മ എനിക്കിത് വേണ്ട, എനിക്ക് മാഗി മതി. അവളുടെ ഒരു മാഗി കണ്ടോ കണ്ടോ. ഞാൻ പറഞ്ഞത് അങ്ങേരോട് അവളെ പുറത്തൊന്നും പഠിക്കാൻ വിടരുതെന്ന്. ഓരോ ദുശീലം പഠിച്ച് വന്നത് കണ്ടില്ലേ? എന്റെ പൊന്നു അമ്മ, അത് ദുശീലൊന്നും അല്ല. മാഗി കഴിച്ചിട്ട് ഇന്നവരെ ആരും ചത്തൊന്നും പോയിട്ടില്ല. കണ്ടോ കണ്ടോ, അവളെന്നോട് തർക്കുത്തരം പറയുന്നത് കേട്ടില്ല. കൈ വിട്ട് പോയല്ലോ ഈശ്വര ഈ പെണ്ണ്. ഓ ഞങ്ങ കൊല്ല്. എന്റെ ഈശ്വര, ഹോസ്റ്റൽ ഫുഡ് മടുത്തിട്ടാ ഞാൻ ഇവിടെ വന്നത്. ഇവിടെ അതിലപ്പുറമാണല്ലോ. അയ്യോ നാട്ടുകാരെ ഓടി വായോ, എനിക്ക് വിശക്കുന്നേ. വീട്ടുകാരൊന്നും തിന്നാൻ തന്നില്ലേ? അയ്യോ, അവളുടെ സംസാരം കേട്ട തോന്നും അവളുടെ വീട്ടിൽ അടുപ്പ് കത്തിച്ചിട്ട് മാസങ്ങളായെന്ന്. വേണം, ഇത് കഴിച്ച് പോവാൻ നോക്കടി. എന്റെ പട്ടി കഴിക്കും ഇത്. എനിക്കൊന്നും വേണ്ട, ഞാൻ പുറത്തു പോയിട്ട് കഴിച്ചോളാം. അതാണ് നല്ലത്. ഏട്ടന്മാരെ, നിങ്ങൾ കാറില്ല പോന്നെങ്കിലേ ഞാനും കൂടെ വന്നോട്ടെ. എന്നാ ജംഗ്ഷനിൽ ഇറക്കിയാ മതി. ഏയ് അതൊന്നും പറ്റില്ല, ഞങ്ങൾക്ക് വേറെ ഒരുപാട് പരിപാടികളില്ല. നിനക്കെന്താടാ ഇത്രയും കുശുമ്പ്? കാവറക്കി തലയ. ഞാനേ എന്റെ അക്കുവേട്ടനെ കൂടെ പൊക്കോളാം. അവളുടെ ഒരു കൊക്കുവേട്ടൻ. പോത്ത് പോലെ വളർന്നില്ലേടെ വിച്ചു. വെറുതെ അല്ല മീരാമ്മ രണ്ടിനെയും കൂടെ വഴക്കു പറയുന്നത്. ഇതല്ലേ അവസ്ഥ. എടാ വിച്ചു, നിനക്ക് കുറച്ച് ബുദ്ധിമുണ്ടെന്നാ ഞാൻ കരുതിയേ. കഷ്ടമുണ്ട്. മീരാമോ, ഞാൻ വന്നു. ഈ വൃത്തികെട്ട സൗണ്ട് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. മീരാമോ, എവിടെ എന്റെ ഇഡലി? എന്റെ പൊന്നുമോ വന്നു. വാടമക്കളെ, അമ്മ ഇഡലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല ചൂട് ഇഡലിയാ, വായിരിക്കേ. അല്ലടി, നീ ഇതെങ്ങോട്ടാ പോന്നേ? ഏടാ മന്ദബുദ്ധി, അക്കോട്ടിന് വിച്ചേട്ടനും ആ വഴിക്കല്ലേ, അവരുടെ കൂടെ പോവാലോ. അയ്യോ, അപ്പൊ ഞാനോ? നീയും വാ. അയ്യോ അത് പറ്റില്ല. അപ്പൊ എന്റെ ഇഡലി? ഓ എടാ, നിന്റെ വീട്ടിൽ അടുപ്പും തീയൊന്നും ഇല്ലടാ. ഞാൻ വരുമ്പോ അവിടെ ഇരുന്ന് 2 കുറ്റി പുട്ട് കേൾക്കുന്ന കണ്ടായിരുന്നല്ലോ. അത് നിനക്കെന്താടാ പറ്റി? ഓ വാവ്, ഇതിപ്പോ ഞങ്ങളെക്കാളും കഷ്ടമാണല്ലോ നിങ്ങള്. അത് പിന്നെ ഈ സാഹചര്യത്തിന്റെ സമ്പർക്കം മൂലല്ലേ? അതെ. മതി മതി, പോവാം. ദേവാ, ഞങ്ങൾ പോട്ടെ. പോകണ്ടെന്ന് പറഞ്ഞാ പോവാണ്ടിരിക്കില്ലല്ലോ. ഇല്ല. ഇനിയിപ്പോ ഈ തെണ്ടിയുടെ കഴിച്ചു കഴിയട്ടെ, എന്നിട്ടേ പോവാൻ പറ്റൂ. അല്ല, എങ്ങോട്ടാ രണ്ടും കൂടെ? 2 അല്ല 3. 3ഓ? അതേടാ, ആ മറ്റേ സാധനവും കൂടെ കാണും. ശ്രീലക്ഷ്മി പോന്ന പോക്ക് കണ്ടാ തോന്നും വല്ല ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനാണെന്ന്. അല്ല, ശരിക്കും ഒരു എങ്ങോട്ടാ? സ്കൂൾ വിടുന്ന സമയത്തും തുടങ്ങുന്ന സമയത്തും അവിടെ കളക്ഷൻ എടുക്കും. അല്ലാത്തപ്പോഴോ ചുമ്മാ തെക്കും അടക്കും നടക്കും. നല്ല പണിയാണല്ലോ. എങ്ങനെ സാധിക്കുന്നതാവാ ഇതൊക്കെ? ഇതൊക്കെ ഒരു രസല്ലേ? എടി, ഇവിടത്തെ ബുള്ളറ്റ് എന്തേ? അതിനാ പുറകുവശത്ത്. എങ്കി വാ. എടാ, നീ ഇതെങ്ങോട്ടാ? അവിടെയാ ബുള്ളറ്റ്. ഞാനിപ്പോ ബുള്ളറ്റ് എടുക്കാൻ പോവാ. എന്നിട്ട് വേണം വിച്ചോടനെ പഞ്ഞിക്കിടാൻ. അത് ശരി, നിന്റെ ചോദ്യം കേട്ടപ്പോ ഞാൻ കരുതി അതെടുത്ത് പോവാനാണെന്ന്. ബുദ്ധിയുള്ള ആരെങ്കിലും അങ്ങനെ ചെയ്യൂ എന്റെ ദേവാ. അയ്യോ, വന്നാ രണ്ടും കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വന്നാ പോരായിരുന്നോ? മതിയായിരുന്നു. അമ്മ 2 ഇഡലിയും കൂടെ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞതാ. അല്ല, സ്കൂളിലെന്താരും വന്നില്ലേ? ബെല്ലടിക്കാൻ സമയമായില്ല. ഒരു ഒറ്റ ഒരെണ്ണങ്ങ് തിരിച്ചേ. ഇനി ബെല്ലൊക്കെ നാളെയാ. ഓ ഷിറ്റ്, സാരമില്ല, നമുക്ക് ഈവനിങ് നോക്കാം. അല്ല, ഇനിയിപ്പോ എന്താ അടുത്ത പ്ലാൻ? നമുക്ക് വല്ലതും കഴിച്ചാലോ? ഇവനെ ഞാൻ
ഈ വേണ്ടല്ലേ? എന്റെ ഈശ്വര, ഇവന്റെ വയറ്റിൽ കൊക്കപ്പുഴ വല്ലതും ഉണ്ടോ? ഇത് കൊക്കപ്പുഴൊന്നും അല്ല, അതിനും നല്ല വല്ലതും ഉണ്ടെങ്കിൽ അതായിരിക്കും. അതെ ശരിയാ, കൊക്കപ്പുഴുക്കൾക്ക് ഒരു അപമാനമായിരിക്കും ഇവന്റെ വയറ്റിലുണ്ടെന്ന് പറയുന്നത്. ഹേ ഗൈസ്, ഇനി കുറച്ച് സീരിയസ് ആവാം. സബ്ജക്റ്റ് കിട്ടിയായിരുന്നോ? ഇല്ലടി, ഞാൻ ഒത്തിരി നോക്കി. ഓക്കെ, എന്തായാലും പെട്ടെന്ന് തന്നെ സബ്ജക്റ്റ് എടുക്കണം. അല്ല, അവൾമാരെപ്പോൾ എത്തുന്ന പറഞ്ഞേ? നാളെ രാവിലെ എത്തുന്ന പറഞ്ഞത്. ഇനി അവരായതുകൊണ്ട് ലിസൺ ഗൈസ്, ആരും എടുക്കാൻ ചാൻസ് ഇല്ലാത്ത സബ്ജക്റ്റ് വേണം നമ്മൾ എടുക്കാനായിട്ട്. റിപ്പോർട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ തന്നെ സാർമാർക്ക് തോന്നണം നമ്മുടെ റിസർച്ചാണ് ഗുഡെന്ന്. എടി, എങ്കിൽ നമുക്ക് ഹൊറർ നോക്കിയാലോ? ഷിറ്റ്, ഹൊററൊക്കെ ആരെങ്കിലും വിശ്വസിക്കോ? നിന്നെ പോലെ ചില എണ്ണങ്ങൾ വിശ്വസിക്കില്ലായിരിക്കും, ബട്ട് വിശ്വസിക്കുന്ന കുറെ പേരുണ്ട്. റിയൽ സ്റ്റോറീസ് ഉണ്ടടി. എന്റെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഒരുപാട് സ്റ്റോറി പറഞ്ഞു തന്നിട്ടുണ്ട്. എടി, അങ്ങനെയാണെങ്കിൽ ഈ ഹൊറർ സ്റ്റോറീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ഷേത്രങ്ങൾ, കാവുകൾ, കൊട്ടാരങ്ങൾ അങ്ങനെ വല്ലയിടത്തും നമുക്ക് നോക്കാം. എന്നിട്ട് എന്ത് നമ്മൾ അവിടെ ചെല്ലുന്നു, റിസർച്ച് ചെയ്യുന്നു, അത് പ്രസന്റ് ചെയ്യുന്നു, നമുക്ക് തന്നെ ഫസ്റ്റ്. എടാ, അതല്ല പ്രശ്നം. ഇങ്ങനെ റിയൽ ആയിട്ട് നടക്കുന്ന സ്ഥലത്ത് ആരും ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞു തരാൻ കൂട്ടാക്കില്ല. പിന്നെ എങ്ങനെയാ ഇത്? എടി, ട്രൈ ചെയ്യുന്നതിൽ തെറ്റില്ലല്ലോ. അതെ, അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഒരുപാട് ചെയ്ത് പൊളിഞ്ഞതല്ലേ. ഇനി പൊളിയുന്നെങ്കിൽ ഇതും കൂടെ അങ്ങ് പൊളിയട്ടെ. അല്ലാണ്ട് പിന്നെ ഇതുവല്ല നടക്കൂടാ. പിന്നെ നടക്കാണ്ട് ഇത് മാത്രമേ നടക്കൂ. ഓ ദൈവത്തിൽ പോലും വിശ്വാസം ഇല്ലാത്ത ഇവളോടാ നിന്റെ. നീ ഉണ്ടല്ലോ ദേവ, ചുമ്മാ ഒന്ന് നിന്ന് തന്നാ മതി, ബാക്കി കാര്യമൊക്കെ ഞങ്ങളേറ്റ്. അല്ലടാ? പിന്നെ അല്ലാണ്ട്. എടാ, ഒന്ന് പെട്ടെന്ന് വിടടാ, അവരവിടെ വന്നു കാണും. ഇറങ്ങാൻ സമയം അവന്റെ ഒരു തീറ്റ. പിന്നെ ഞാനൊരു മനുഷ്യനാ, എനിക്ക് വിശക്കും, നിങ്ങളെ പോലെയല്ല. രജിത്തു, എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത് നീ. ഇങ്ങനെ ചൂടാവാതെ ദേവാ, നമ്മളിത് അവിടെ എത്തി. അടിപൊളിയായിട്ടിരിക്കുന്നടി. നിങ്ങളോ? ഒരു 3 മാസം നമ്മൾ കാണാണ്ടിരുന്നിട്ടുള്ളെങ്കിലും ഒരു വർഷം പോയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ശരിക്കും എനിക്ക് ഒരുപാട് മിസ് ചെയ്തടാ നിങ്ങളെയൊക്കെ. ജിത്തു, ശ്രീ, ഓ മൈ ഗോഡ് ഗൈസ്, നിങ്ങളെ കിട്ടിയപ്പോൾ ഈ വേൾഡ് കീഴടക്കിയ സന്തോഷമുണ്ട് എനിക്ക്, അറിയോ ഗൈസ്? ഐ റിയലി മിസ് യു. ഒരു 3 മാസം ഞാൻ എങ്ങനെ പിടിച്ചു നിന്നു എനിക്ക് പോലും അറിഞ്ഞൂടാ. എടാ ജിത്തു, നീ എന്താ ഒന്നും മിണ്ടാത്ത? നിനക്ക് വിശക്കുന്നുണ്ടോ? എന്റെ പൊന്നു ഗോപു, ഒന്നും മിണ്ടാണ്ടിരിക്കും. ഇനിയിപ്പോൾ അവരേതെങ്കിലും കടയിൽ കയറി വല്ലതും കഴിക്കേണ്ടി വരും. ഹേ ഗൈസ്, ഇനി എന്തിനാ വെറുതെ ടൈം കളയുന്നത്? നമുക്ക് വീട്ടിൽ പോയാലോ? അവിടെ അമ്മ സ്പെഷ്യൽ ചിക്കൻ കറി വെക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഓ, ഇവനെ കൊണ്ട് ഒരു മാറ്റമില്ലല്ലോടി ശ്രീവന്. എന്ത് ചെയ്യാനാ മോളെ, അനുഭവിച്ചല്ലേ പറ്റൂ. ഗൈസ്, നിങ്ങളൊക്കെ എവിടെയാ സ്റ്റേ ചെയ്യുന്നത്? ശ്രീയുടെ വീട്ടിൽ ചെയ്യാൻ നടി കരുതുന്നത്? ഏയ്, അത് വേണ്ട, നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വാ. അവിടെ ഏതായാലും ഗസ്റ്റ് ഹൗസ് ചുമ്മാ കിടക്കുമല്ലേ. മാത്രമല്ല, ശ്രീയുടെ വീട്ടിൽ നിന്നും ഗസ്റ്റ് ഹൗസിലേക്ക് കയറ്റി ഡിസ്കഷൻ, അത് റിസ്ക് ആയിരിക്കും. അത് ശരിയാ. പിന്നെ ശ്രീ കൂടെ വാ, നമുക്ക് എല്ലാവർക്കും കൂടെ ഗസ്റ്റ് ഹൗസിൽ നിൽക്കാം. അതാകുമ്പോ പിന്നെ തൊട്ടടുത്ത് തന്നെ ജിത്തു ഉണ്ടാവുമല്ലോ. ഇനി ടൈം കളയാനില്ല ഗൈസ്, ഡിസ്കഷൻ ആൻഡ് വർക്കൊക്കെ പെട്ടെന്ന് വേണം. ഓക്കെ ഡി ദേവാ, എന്നാ പിന്നെ ഞാനും കൂടെ ഗസ്റ്റ് ഹൗസിലേക്ക്. അത് വേണ്ട, ഞാൻ നിന്റെ വീട്ടിൽ തന്നെ നിന്നാ മതി. തണ്ടി, നീ വല്ലതും പറഞ്ഞായിരുന്നോ? ഹേയ്, ഞാനെന്ത് പറയാനാ? ഓ, നിങ്ങൾ എത്തിയ പിള്ളേരെ. എല്ലാരും പോയിട്ട് ഫ്രഷ് ആയിട്ട് വാ. യാത്രാക്ഷീണം കാണും, അമ്മ കഴിക്കാനെടുക്കാം. കഴിച്ചിട്ട് പോയി റെസ്റ്റ് എടുക്ക്. അല്ലമ്മ, ഗസ്റ്റ് ഹൗസ്? അയ്യോ, ഞാനത് മറന്നു. സാരമില്ല, ഞാൻ സരള ചേച്ചിയോട് പറയാൻ ക്ലീൻ ചെയ്തിടാനായിട്ട്. തൽക്കാലം നിങ്ങൾ ഇവിടുന്ന് ഫ്രഷ് ആയിക്കോ, ഈവനിങ് അങ്ങോട്ട് പോവാം. അപ്പൊ ഓക്കെ ഗൈസ്, നിങ്ങൾ പോയിട്ട് ഫ്രഷ് ആയിട്ട് വാ. അല്ല രജിത്ത്, നീ ഇതെവിടെ പോകുന്നു? കൈ കഴുകാൻ. എന്തിന്? അമ്മ കഴിക്കാനെടുക്കുന്ന പറഞ്ഞത് കേട്ടില്ലേ? ഈശ്വരാ. അല്ല ശ്രീ, നിനക്ക് കുക്ക് ചെയ്യാനൊക്കെ അറിയോ? ഏയ്, എനിക്കറിഞ്ഞൂടാ. അതൊന്നും പ്രശ്നമില്ലേ, ഞാൻ ഇവന് ഓർഡർ ചെയ്ത് വാങ്ങിച്ചു കൊടുത്തോളാം സാധനങ്ങൾ. ഓടിയാണെന്ന് എന്റെ പട്ടി കഴിക്കും ഓർഡർ ചെയ്തത് ഹോട്ടൽ ഫുഡൊക്കെ. അതേടി ശ്രീ, ഈ പട്ടി ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കഴിക്കാറുണ്ട്. നിനക്കിതെന്താ ദേവ ഞങ്ങളുടെ പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് കുറച്ച് പ്രൈവസി ഒക്കെ തന്നൂടെ? നീ വാ ശ്രീകുട്ട. എന്താടാ അവിടെ? ഹായ് അമ്മ, നൈസ് ടു മീറ്റ് യു, വെൽക്കം ടു ഊട്ടി. ആ, അല്ല അമ്മ ഇതപ്പോ എത്തി? ഞാൻ വന്നിട്ട് ഒരു 10-45 വർഷമായി. ആണോ? എന്താടാ ഇത്? എന്ത്? നീ വല്ലാണ്ട് കിടന്ന് ഉരുളല്ലേ എന്റെ പൊന്നു വെച്ചേ. എനിക്ക് ഇവനെ കിട്ടിയുള്ള ഒരു കയ്യബദ്ധം മാറ്റിക്കരുത് എന്റെ. ആഹാ, ഇന്ന് കളക്ഷൻ എടുപ്പൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞു. അത് പിന്നെ എന്നാടി കളക്ഷൻ എടുപ്പൊക്കെ മടുത്തോ? ഏയ്, ഹാഫ് ഡേ ഞങ്ങൾ ലീവ് എടുത്തതാ. ആഹാ, ബെസ്റ്റ്. അല്ലെങ്കിൽ നീയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ ആരെങ്കിലും വേണ്ടേ? ആകെയുള്ളതൊരു തൊട്ടിക്കൂട്ടുകാരിയും തോൽവി അയൽക്കാരനും. അതേതായാലും പൊളിച്ചേട്ടാ. എടാ ജിത്തു, അവരുദ്ദേശിച്ചത് നമ്മളെ ആയിരിക്കോ? ഏയ്, അങ്ങനെ വരാൻ വഴിയില്ല. ഓയ് ഏട്ടന്മാരെ, നിങ്ങളുടെ പെങ്ങൾക്ക് നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ ഞങ്ങൾ 3 പേര് മതിയാവോ? ഇവര് എന്റെ ഫ്രണ്ട്സ് ആയിട്ടാ. ആഹാ, ഇനി കുറെ നാളത്തേക്ക് ഇവിടെ തന്നെ കാണുമായിരിക്കും അല്ലേ?
പൊരിച്ച കോഴിന്റെ മണം. ഏ അയ്യോ, അമ്മ ചിക്കൻ പൊരിക്കുന്നുണ്ടോ എന്തോ. ജിതു, നീ വരുന്നുണ്ടോടാ? ഇവളുടെ ഒരു കാര്യം. അമ്മ, അമ്മക്ക് ഈ ഹൊറർ സ്റ്റോറീസിലൊക്കെ ട്രസ്റ്റ് ഉണ്ടോ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇപ്പം എല്ലാം വിശ്വസിക്കാനൊക്കത്തില്ല. എങ്കിലും എല്ലാം അങ്ങനെ നിഷേധിക്കാനും പറ്റില്ല. ഒരുപാട് റിയൽ ആയിട്ടുള്ള സ്റ്റോറീസ് ഉണ്ട് മക്കളെ. ആ തുടങ്ങി. നീ മിണ്ടാതിരി, അമ്മ പറ. എടി, നിനക്കൊന്നും ബോധമില്ലേ ഈ ഫേക്ക് സ്റ്റോറീസ് കേൾക്കാൻ? നിനക്ക് കേൾക്കണ്ടെങ്കിൽ നീ ഇവിടെ നേടിയിട്ട് എങ്ങോട്ടെങ്കിലും പൊക്കോ, ഞങ്ങൾ കേട്ടോളാം. അമ്മ, യു കണ്ടിന്യൂ. എൻ്റെ അമ്മയുടെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങളുടെ തറവാട്ടിൽ ഒരുപാട് അംഗങ്ങൾ ഉണ്ടായിരുന്നു അത്രേ. വലിയൊരു കൂട്ടുകുടുംബം തന്നെയായിരുന്നു. പക്ഷേ പതിയെ പതിയെ ഓരോ അംഗങ്ങളായിട്ട് കുറഞ്ഞു വന്നു എന്ന് പറഞ്ഞാൽ സാധാരണ മരണങ്ങളല്ല, ദുർമരണങ്ങളും അപകടങ്ങളും അനർത്ഥങ്ങളും അങ്ങനെ ഓരോന്നായിട്ട്. ആദ്യമൊക്കെ തറവാട്ടിലെ പണിക്കാര്, തോട്ടക്കാര് അങ്ങനെയുള്ളവർക്കാണ് അപകടങ്ങൾ സംഭവിച്ചിരുന്നെങ്കിൽ പിന്നീട് അത് കൊട്ടാരത്തിലെ അംഗങ്ങൾക്ക് തന്നെയായി. അപ്പോഴാ പരമ്പരാഗതമായിട്ട് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് വരുന്ന ഒരു തിരുമേനി ഉണ്ടായിരുന്നു. അയാളുടെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ തിരക്കിയപ്പോഴല്ലേ മനസ്സിലായേ ഇതിനു മുന്നേ ഈ തലമുറയിൽ ഒരുപാട് ദുർമരണങ്ങളും അനാചാരങ്ങളും ഒക്കെ തന്നെ നടന്നിട്ടുണ്ടായിരുന്നു അത്രേ. അതിന്റെ ഫലമായിട്ടാ പിന്നീടുള്ള തലമുറ അനുഭവിച്ചുകൊണ്ടിരുന്നത്. മുൻ ജന്മത്തിൽ നമ്മൾ ആരായിരുന്നു എന്നതിലല്ല, ആ ജന്മത്തിൽ നമ്മൾ ചെയ്ത കർമ്മം അത് നമ്മൾ അനുഭവിച്ചേ പറ്റൂ. പുനർജന്മത്തിൽ നമ്മൾ എത്ര നന്മ ചെയ്തിട്ടും ഒരു കാര്യമില്ല. മുൻ ജന്മത്തിൽ നമ്മൾ ചെയ്ത തെറ്റ് അത് നമ്മളെയും കൊണ്ടേ പോകും. അമ്മ ഈ പ്രാകത്തെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ എൻ്റെ അമ്മ കണ്ടിട്ടുണ്ട്. സത്യം? അതെ മക്കളെ, ഞങ്ങളുടെ തറവാടിന്റെ പുറകുവശത്ത് തന്നെ വലിയൊരു കാവുണ്ട്. ആ കാവിലേക്ക് അസമയത്ത് സ്ത്രീകൾ പോകാൻ പാടില്ലെന്നാ പറയാറ്. അവിടെ എൻ്റെ അമ്മയും കൂട്ടുകാരികളും അസമയത്ത് പോയത്ര ഒരു ദിവസം. അപ്പോഴതാ ഒരു ചിലങ്കയുടെ ശബ്ദം, പനങ്കുല പോലെ മുടി, കയ്യിലൊരു ദീപമൊക്കെ ആയി പിന്തിരിഞ്ഞ് നടക്കുന്ന ഒരു സ്ത്രീ രൂപത്തെ കണ്ടു. ഏത് തെണ്ടികളെ അലർന്നേ? പേടിയില്ലാത്തവരെ കൂടെ പേടിപ്പിക്കും വെച്ചോള്. അയ്യോ അമ്മ, എന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. എടാ, കറണ്ട് പോയതാ മോനെ വെച്ചു. നീ ആ ഇൻവെർട്ടർ ഒന്ന് നോക്കിക്കേ, ഇപ്പൊ അതിനൊരു കളിയുള്ളതാ. ബെസ്റ്റ്. നിങ്ങൾ ഈ പറയാൻ കൊണ്ടാണ് പിള്ളേരെ ഹൊറർ എടുക്കാൻ പോകുന്നത്. അത് പിന്നെ ഈ ഹൊറർ സ്റ്റോറി കേൾക്കുന്ന ഇടയിൽ വെച്ച് കറണ്ട് പോകുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പിന്നെ പ്രതീക്ഷിക്കാതെ കറണ്ടൊക്കെ പോകുമ്പം ആരായാലും ഒന്ന് അലറിപ്പോവും. അമ്മ, ഇന്ന് ഞാൻ ഇവിടെ കിടക്കുന്നേ. എനിക്കത് അപ്പോഴേ തോന്നി. അമ്മ, എനിക്ക് പോയി ഞാൻ കിടക്കട്ടെ. ഇനിയിപ്പൊ നീ ആയിട്ട് എന്തിനാ മോനെ അങ്ങോട്ട് പോകുന്നേ? ജിത്ത് ഇവിടെയല്ലേ കിടക്കുന്നേ, നീ ഇനി ഒറ്റക്കാട കിടക്കണ്ട. അമ്മ, എനിക്ക് എന്റെ പോലെ പേടിയൊന്നുമില്ല. അത് പിന്നെ നമുക്ക് അറിഞ്ഞൂടെ? എന്തായാലും നീ ഇന്ന് ഇവിടെ കിടക്ക്, ജിത്ത് ഇവരുടെ കൂടെ ഗസ്റ്റ് ഹൗസിൽ കിടക്കട്ടെ. അയ്യോ അമ്മ, ചതിക്കല്ലേ. ആ ചെക്കൻ ചുമ്മാ അലറി മനുഷ്യനെ പീഡിപ്പിക്കും. എങ്കിൽ പിന്നെ നിങ്ങൾ 3 പേരും അച്ഛനും കൂടെ ഇവിടെ കിടന്നു, ഞാൻ ഇവരുടെ കൂടെ ഗസ്റ്റ് ഹൗസിൽ ചെന്ന് കിടക്കാം. എന്റെ പൊന്നുമമ്മ, ഞങ്ങൾ 5 പേരുണ്ട്, ഞങ്ങൾക്ക് ഒരു പേടിയില്ല. അല്ല ദേവ, അമ്മയ്ക്ക് അത്ര നിർബന്ധമാണ് അമ്മ നമ്മുടെ കൂടെ കിടന്നോട്ടെ അല്ലേ? അതെ. ആഹാ, ഇതൊക്കെ കണക്കാ. നല്ല തണുത്ത കാറ്റും ഇടിയും മിന്നലും മഴക്കോളുണ്ടെന്നാ തോന്നുന്നത്. വാ പിള്ളേരെ, നമുക്ക് മഴ പെയ്യുന്ന മുന്നേ ചെന്ന് കിടക്കാം. പിന്നെ ഇവിടെ കിടന്ന് ബഹളം വെച്ച് അച്ഛൻ ഓർത്താ നിൽക്കണ്ടേ. ഡോറൊക്കെ അടച്ചിട്ട് കിടന്നോ, കേട്ടോ വെച്ചു? അല്ല പിള്ളേരെ, നിങ്ങളുടെ വർക്കൊക്കെ എന്തായി? സബ്ജക്ട് ചൂസ് ചെയ്തോ? അതെ അച്ഛാ, സബ്ജക്റ്റ് ഒക്കെ സെറ്റാക്കി. ഹൊററാ എടുത്തേ. അത് കൊള്ളാലോ. അല്ല, എവിടെന്നാ റിസർച്ച് ആരംഭിക്കുന്നേ? നോ ഐഡിയ. ബെസ്റ്റ്. അല്ല, അച്ഛന്റെ കയ്യില് വല്ലതുണ്ടോ? എനി പ്ലേസസ് ഓർ കോവിൽസ് അങ്ങനെ വല്ലതും? നിങ്ങൾക്ക് റിയൽ സ്റ്റോറി തന്നെ വേണ്ടേ? അത് വേണം. ഒരു പ്ലേസ് ഉണ്ട്, ബട്ട് ഇച്ചിരി ലോങ് ആണ്. ലോങ് ഒന്നൊരു പ്രശ്നമല്ല അച്ഛാ. ഞാനൊന്ന് നോക്കട്ടെ, പറയാം. ഹെടി, ഇനി നമ്മൾ എന്നാടി സ്റ്റാർട്ട് ചെയ്യുന്നേ? അലീനയും ടീമൊക്കെ നാളെ തുടങ്ങുന്നാ പറഞ്ഞേ. ഓഹോ, അല്ല അവരേതാ സബ് എടുത്തേക്കുന്നേ? ഹിസ്റ്ററി ഓഫ് ഏലിയൻസ്. അയ്യേ ക്ലീശ. അതേടി, എനിക്കും തോന്നി. അവരുടെ ഏലിയനേക്കാളും ബെറ്ററാ നമ്മുടെ ഹൊറർ. ഷുവർ. കോൺഫിഡൻസ് നല്ലതാ, ബട്ട് ഓവർ കോൺഫിഡൻസ് വേണ്ട. നീ ഒന്ന് ചുമ്മാതിരി, എനിക്ക് ഉറപ്പുണ്ട് ഇത് സക്സസ് ആവുമെന്ന്. നിന്റെ വിശ്വാസം നിന്നെ കാക്കട്ടെ. പിള്ളേരെ, എനിക്കൊരു സ്പോട്ട് കിട്ടിയിട്ടുണ്ട്. കാലങ്ങളായി യക്ഷിക്കഥകൾ പറഞ്ഞു കേൾക്കുന്ന ഒരിടം. വെറും കഥയല്ല, ഞാൻ ഒരുപാട് പേരോട് അന്വേഷിച്ചു. പലരിൽ നിന്നും ഒരുപാട് ഹൊറർ സ്റ്റോറീസ് എനിക്ക് അറിയാൻ സാധിച്ചു. ഏതാണ് സ്ഥലം? അത്തിപ്പാട് എന്ന ഗ്രാമം. കേട്ടാലും പൊട്ടയാന്ന്. ഈ അങ്കിളിന്റെ ഹൈപ്പൊക്കെ കേട്ടപ്പോ ഞാൻ വിചാരിച്ചത് സ്ഥലത്തിന്റെ പേര് കേട്ടാലേ ഞങ്ങൾ ഇറക്കുമെന്ന്. ഇതിപ്പോലെ മാതിരി
നീ വിറക്കില്ലായിരിക്കും, ഞാൻ വിറക്കില്ലായിരിക്കും, പക്ഷെ ആ നാട് വിറക്കും, നാട്ടുകാർ വിറക്കും. എന്തിനാ അവിടുത്തെ പട്ടിക്കുഞ്ഞും പൂച്ചക്കുഞ്ഞും വരെ വിറക്കും. അങ്ങനെയാണെങ്കിൽ അവിടെ വല്ല ഭൂമികൾക്കോ മറ്റോ ആയിരിക്കും. ഒരൊറ്റ കിവിൽ ഞാനിവിടെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോ അവന്റെ ഒരു കൊണപ്പ്. സോറി അങ്കിൾ. പാപ്പ ഇതൊരുമാതിരി മനുഷ്യനായിട്ട് വട്ടാക്കരുത്. സമയമില്ലാത്ത സമയത്ത് വിളിച്ചു വരുത്തി പൊട്ടത്തരം പറഞ്ഞിരുന്നോ? അച്ഛാ സത്യം പറയാലോ, ഇതൊരുമാതിരി ഞങ്ങൾക്ക് എന്തോ ഒരു സുഖം തോന്നില്ല. മക്കളെ, അച്ഛൻ പറഞ്ഞത് സത്യമാണ്. നിങ്ങളെന്റെ അവതരണം നോക്കണ്ട, ശരിക്കും അടിപൊളി സ്പോട്ടാണ്. എന്താ പപ്പ ഇത്? ഞങ്ങളതിന് ട്രിപ്പ് പോവാനല്ല സ്ഥലം അന്വേഷിക്കുന്നത്, അടിപൊളിയാണെന്ന് പറയാൻ. അയ്യോ, അടിപൊളിയെന്ന് ഉദ്ദേശിച്ചത് അതല്ല മക്കളെ, നിങ്ങളുടെ ഹൊറർ തീമിന് പറ്റിയ ഒരു സ്പോട്ടാ, അതാ ഞാൻ പറഞ്ഞു വന്നത്. എങ്കിൽ നമുക്കൊന്ന് നോക്കാടി ദേവാ. അച്ഛൻ ഇത്രയൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിലെ വല്ല കാര്യം കാണില്ലേ? അതേടി ട്രൈ ചെയ്ത് നോക്കാലോ. അല്ല പിന്നെ അങ്ങ് പറഞ്ഞു കൊടുക്ക്. അങ്ങനെ ഒരു വിധത്തിൽ ദേവയെ കൊണ്ട് എല്ലാവരും കൂടെ പറഞ്ഞങ്ങ് സമ്മതിപ്പിച്ചു. ഓ മൈ ഗോഡ്, ഇരുന്നിരുന്ന് മനുഷ്യന്റെ നട്ടു ഒരു പരുവായി. ഇനി എത്ര ദൂരം ഉണ്ടാവോ ആ പട്ടിക്കാട്ടിലേക്ക്? ശരിയാ, ഇത് എത്ര സമയമായി? മനുഷ്യന് വിശക്കുവാ. ആ അവൻ തുടങ്ങി. പൊട്ടത്തരം പറയാനും വിശക്കുന്നുണ്ടെന്ന് പറയാനും മാത്രമേ അവൻ വാ തുറക്കുള്ളൂ. അല്ല ശ്രീ, നിനക്കൊന്ന് വിട്ടുപോയി. ഫുഡ് പിന്നെ ഞാൻ വാഗോണ്ടല്ലാതെ നന്നാവൂല്ലോ. ദേവ അത്തിപ്പാട് എന്ന ഗ്രാമത്തിലെത്തി കഴിഞ്ഞാ പിന്നെ നമ്മളെങ്ങോട്ടാ? നമുക്ക് മാപ്പിനോട് ചോദിക്കാം. ഞാനാണ് മാപ്പ്, ഞാനാണ് മാപ്പ്, ഞാനാണ് മാപ്പ്. നിങ്ങൾ പോകും സ്ഥലം എവിടെയാന്ന് കണ്ട് പറയുന്നു. ഞാനാണ് മാപ്പ്, ഞാനാണ് മാപ്പ്. ഓ മിണ്ടാതിരി പണ്ടാരങ്ങളെ. എന്റെ ഈശ്വര, ഏജിത്രയായിട്ട് ബുദ്ധി വളരുന്നില്ലല്ലോ. ഹെഡി സോറി. ഈ ഡോറയുടെ പ്രയാണം എവിടെ കേട്ടാലും അപ്പ എന്റെ കൺട്രോൾ പോവും. മമ്മി നീ പറ ദേവാ. പപ്പ പറഞ്ഞ കറക്റ്റ് സ്പോട്ട് നോക്കുകയാണെങ്കിൽ അത്തിപ്പാട് എന്ന ഗ്രാമത്തില് സെൻട്രൽ ഭാഗത്തായിട്ട് വരുന്ന ഒരു കുട്ടി ഗ്രാമമുണ്ട്, പേരാൽ പഞ്ചമി. അവിടെയാണ് നമ്മൾ പോവേണ്ടേ. എന്റെ ആറ്റുങ്ങൽ ഭാസ്കര, അത്തിപ്പാടം പോലും എത്തിയില്ലല്ലോ. മനുഷ്യന്റെ നടു അനുഭവിക്ക. നീയൊക്കെ കേട്ട പാതി കേൾക്കാത്ത പാതി ചാടിത്തുള്ളി പാഞ്ഞു വന്നതല്ലേ. എന്താണ് ചുമ്മാ മനുഷ്യനെ ചിരിപ്പിക്കുന്നത്? അയ്യോ, എനിക്ക് വയറുവേദനിക്കുന്നു. നിന്റെ ചില്ലറ പൊട്ടിയോ? മോണ്ട കാണുമ്പോ എനിക്ക് ചിരിയായിരുന്നടി. സോറി ദേവ, എനിക്ക് ചിരി വരുന്നടി എനിക്ക് മോണ്ട കണ്ടിട്ട്. മോനെ നീ നിർത്തിക്കോ. ഇനി നീ ഇവിടെ കിടന്ന് ചിരിച്ചാ നിന്റെ അണപ്പല് ഞാൻ തെറിപ്പിക്കും പന്നി. കിട്ടാൽ അതൊക്കെ കിട്ടിയാലോ, സമാധാനമായല്ലോ. എനിക്ക് പിന്നെ വാ അടച്ചിരുന്നു. അവിടെ മാറി ഇനി ചിരിക്കാൻ നിൽക്കല്ലേ, അവളെ വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട. അത് ശരി, പിന്നെ ചിരി വന്നാ ചിരിക്കണ്ടേ? പനി നന്നാവൂല ദേവാ, നീ അത് മൈൻഡ് ചെയ്യണ്ട. ഗൈസ്, ഫൈനലി വി റീച്ച്ഡ് പേരാൽ പഞ്ചമി. അല്ല ഗൈസ്, ഇനിയിപ്പോ ഈ കോവിലിനെ കുറിച്ച് ആരോടെ ചോദിക്കുന്നേ? ഇതേ ഒരാള്. ചേട്ടാ, എന്താ? ഓ അവന്റെ ഒരു ഒലക്കമ്മല ഇംഗ്ലീഷ്. എടാ നീ ഇനി വാ തുറക്കരുത്. ചേട്ടാ, ഈ പ്രേരാഗിക നിലയം എവിടെയാ? എന്താ കുട്ടികള് നിങ്ങൾ പറഞ്ഞേ? എന്താ മണി എവിടെ? നിനക്ക് തോട്ടത്തിൽ പണിയില്ലേ? ആ ഉണ്ട്. എന്നാ നീ അങ്ങോട്ട് ചെല്ല്. അല്ല ഈ കുട്ടികള്, ആ അവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ ചെല്ല്. മക്കൾക്ക് ഞാൻ വഴി പറഞ്ഞു തരാം. ഭരതൻ പറഞ്ഞിരുന്നു നിങ്ങൾ വരണ കാര്യം. ദേവ, ആരാ ഈ ഭരതൻ? എനിക്കറിയില്ല. വിരോധമില്ലാച്ചാല് ഞാനും കൂടെ ഈ വണ്ടിയില്. അതിനെന്താ, നിങ്ങൾ കയറിക്കോളൂ. അല്ല ഇനി ഒത്തിരി ദൂരമുണ്ടോ ഈ പ്രേരാഗിക നിലയത്തിലോട്ട്? ഇല്ല മക്കളെ, എത്തിത്തുടങ്ങി. ഒരു വണ്ടി വരണുണ്ടല്ലോ. ആ ഭരതൻ പറഞ്ഞ കുട്ടിയോളായിരിക്കും. തമ്പുരാനെ, ഞാൻ വഴി വെച്ച ഈ മക്കളെ കണ്ടേ, അപ്പൊ തന്നെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. ആ അത് നന്നായി. മഹി, ദേ ആ കുട്ടികളെത്തി. എങ്ങനെയുണ്ടായിരുന്നു കുട്ടികളെ യാത്രയൊക്കെ? ഇരുന്ന് മുഷിഞ്ഞോ? വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഏയ് ഒരു പ്രശ്നമില്ലായിരുന്നു. ഇരുന്നിരുന്ന് മനുഷ്യന്റെ ചന്തി വരെ തരിച്ചുപോയി. എന്താ കുട്ടികളെ എല്ലാവരും വണ്ടി തന്നെ ഇരിക്കണേ, ഇറങ്ങണില്ലേ? ഇതാണോ പ്രേരാഗിക നിലയം? ഈ കൽപ്പടവ് കയറണം, അവിടേക്ക് വണ്ടി പോവില്ല.
എന്റെ പൊന്നു ഇത് എന്തൊരു കാറ്റായത്. അന്നമ്മ പാറിപ്പോയല്ലേ, ഞാൻ എന്നെ പിടിച്ചോ? എന്തിന്? എന്നിട്ട് നീയും ഞാനും കൂടെ പാറാനോ? ശ്രീകുട്ട എനിക്ക് നീ പിടിച്ചോടി. പോടെ പറ്റി. ആ മഴക്കോളുണ്ടല്ലോ, അപ്പൊ നീ ഇവർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്ക്. പൂജക്കുള്ള സമയമാവാറായി. ഞാനും ചേട്ടനും അങ്ങോട്ട് പോട്ടെ. കുട്ടികളെ ഇച്ചിരി തിരക്കുണ്ട്, പൂജക്കുള്ള സമയമാവുക. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ദാ ഈ നിൽക്കണ അപ്പൊന്ന് ചെയ്തു തരും. പൂജ കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് സംസാരിക്കാം. പ്രേരാഗിക നില മൊത്തത്തിൽ മാറിയല്ലേ? അതിന് നീ ഇതിനു മുന്നേ ഇത് കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ നീ ഇത് ചക്കയാടായി പറയുന്നേ? അത് പിന്നെ ഞാൻ എന്റെ മനസ്സിൽ കണ്ട പ്രേരാഗിക നില ഇങ്ങനെയൊന്നും അല്ലടി. നിന്നോടാരാ മനസ്സിൽ കാണാൻ പറഞ്ഞേ? അയ്യോ, സംതിങ് ഫിയറുന്നു. ഇത് കാണുമ്പോഴേ ഒരു വല്ലാത്ത പേടി. നിനക്കില്ലേടി? ആ, ചെറുതായിട്ട്. അല്ല, വലുതായിട്ട്. എൻ്റെ കയ്യെ പിടിച്ചോ. വാവ്, ദിസ് ഹൗസ് ലൈക്ക് ബിഗ് പാലസ്. വാവ്, റിയലി അമേസിംഗ്. ദേ എല്ലാരും പോണു. ദേവ ഇതെന്താ മാനത്ത് നോക്കി നിൽക്കുന്നേ? അവള് കരിക്ക് നോക്കുകയാണോ അതോ തേങ്ങാക്കൊല നോക്കുകയാണോ? ദേവാ, നീ കൊല നോക്കി കഴിഞ്ഞെങ്കിൽ നമുക്ക് പോവാം. കൊല? ആ, ഒന്നുമില്ല. ആ കുട്ടികളെ 6 മുറികൾ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്, ഒന്ന് സഹകരിക്കണം. ഈ ഒരവസ്ഥയിൽ 2 മുറി കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. 6 മുറികളോ? ഇതെന്താ ഓരോരുത്തരും ഓരോരോ മുറിയിലോ? ഞാൻ കിടക്കില്ല ഒറ്റക്ക്. ഞാനും. നിങ്ങള് 6 പേര് തന്നെയല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ടിയാ 6 മുറി വൃത്തിയാക്കിയിട്ടത്. ഞങ്ങള് 6 പേരല്ല, 7 പേരുണ്ട്. ഒരാൾ വരാനുണ്ട്. പിന്നെ ഞങ്ങൾ 7 പേരായാലും ഞങ്ങൾക്ക് ഈ 6 മുറിയുടെ ആവശ്യമില്ല. ഞങ്ങൾക്ക് ഭയങ്കര സ്നേഹവും ഒത്തൊരുമയായുണ്ട്. ഒരുമിച്ചാ കിടക്കുന്നേ. ഒത്തൊരുമ നല്ലതാ മക്കളെ. എന്തായാലും ഈ മുറിയിൽ ഇവിടെ കിടന്നോട്ടെ. നിങ്ങൾക്ക് ആവശ്യം വന്നാലോ? അതെ, ആവശ്യം വരും. പിന്നെ കുട്ടികളെ പ്രത്യേകിച്ചൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. നേരിട്ട് തമ്പുരാക്കന്മാര് പറയാന്നാ കരുതിയേ. ഇവിടെ തട്ടിമുകളിലും നിലവറയിലും പിന്നെ പുറത്ത് തെക്കേ വശത്തോട്ടും ആരും അറിയാതെ പോലും പോവരുത്. അതെന്താ? ആരും അങ്ങോട്ട് പോവാറില്ല. നിലവറയിലേക്കും തട്ടിൻപുറത്തേക്കും ആർക്കും പോവാൻ പറ്റില്ല. അവിടെ വർഷങ്ങളായിട്ട് ഭദ്രമായിട്ട് താഴ്ത്ത് പൂട്ടി വെച്ചേക്കുവാ. അത് അത്രക്കും ഭദ്രമാക്കി പൂട്ടി വെക്കണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. എന്ത് കാരണം? അതും കൂടെ പറയുന്നേ. അത് പിന്നെ തമ്പുരാട്ടി, താൻ പൂജാ സ്ഥലത്തോട്ട് ചെല്ല്. ഇവിടത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം. ശരി തമ്പുരാട്ടി. കുട്ടികളെ, അപ്പുണ്ണി പറഞ്ഞത് കേട്ടില്ലേ? ഇവിടെ നിഷേധിക്കപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ ചെയ്യരുത്. ചെയ്യരുതെന്ന് പറഞ്ഞു വിലക്കിയ കാര്യം ചെയ്യരുത്. പോകരുതെന്ന് പറഞ്ഞു വിലക്കിയിടത്തേക്ക് പോവുകയും ചെയ്യരുത്. പിന്നെ 6 മുറികൾ വൃത്തിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടതുപോലെ. പിന്നെ പറഞ്ഞ കാര്യം ആരും മറക്കണ്ട. തട്ടിൻപുറത്തേക്കും നിലവറയിലേക്കും പുറത്തെ തെക്കേ വശത്തേക്കും ആരും പോകരുത്. അല്ല ചേച്ചി, അവിടെ ഈ പുറത്ത് തെക്കേ വശത്ത് എന്താ പോയാൽ? ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ വേണ്ട. നിങ്ങൾ വന്ന പണിയും ചെയ്ത് പോവാൻ നോക്കുക. അത് ശരിയല്ലല്ലോ. ഞങ്ങൾ വന്നത് ഒരു റിസർച്ചിന്റെ ഭാഗമായിട്ട്. അപ്പൊ അവിടുത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾ അറിയേണ്ടതല്ലേ? ദേവ, നീ മിണ്ടാതിരി. ചേച്ചി അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചതാ. തെറ്റായി പോയെങ്കിൽ സോറി. പറയാൻ പറ്റില്ലെങ്കിൽ പറയണ്ട. ഇവിടെ ഈ നിലയം 19 വർഷമായിട്ട് അടിച്ചു പൂട്ടിയിട്ടേക്കുവാ. നിങ്ങൾക്ക് വേണ്ടി ഭരതൻ ഒരുപാട് സംസാരിച്ചതുകൊണ്ടാ തമ്പുരാക്കന്മാര് ഇതിന് സമ്മതിച്ചത് തന്നെ. ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ പുറത്താരോടും പറയാറുമില്ല. പിന്നെ നിങ്ങൾ ഇത്രയും ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം. ഈ പ്രേരാഗിക നിലയത്തിന്റെ പുറത്ത് തെക്കേ വശത്തായിട്ട് ഒരു പൊട്ടക്കിണറുണ്ട്. അതിനോട് ചേർന്ന് ഒരു പനിശിത്തറയുണ്ട്. പനിശിത്തറയോ? ആഹാ, ഇവിടുത്തെ പേരൊക്കെ ഉണ്ടാകുന്ന കോമഡി ആണല്ലോ. മിണ്ടാതിരിക്കേ. ഗൈസ്, അപ്പൊ റൂമിന്റെ കാര്യം എങ്ങനെയാ? എന്തായാലും എനിക്ക് ഒറ്റക്കൊരു റൂം വേണം. നീ 1 2 എത്ര എണ്ണാന്ന് വെച്ചാ എടുത്തോ. എനിക്ക് ഒറ്റയ്ക്ക് കിടക്കണമെന്നില്ല. നിനക്ക് പേടിയുണ്ടല്ലേ? പേടി ചെറുതായിട്ട്. പേടിക്കണ്ടടി. നിനക്ക് പേടിക്ക് നിന്റെ കൂടെ ഞാൻ കിടന്നോളാം. ഓ, അല്ലാണ്ട് നിനക്ക് പേടിയായിട്ടല്ല. അങ്ങനെയും പറയാം. എങ്കിൽ പിന്നെ നമുക്ക് 2 പേർക്കും കൂടെ കിടക്കാം. ഓക്കെ? ഗോപു, നന്ദു, ശ്രീകുട്ട, അന്നമ്മോ, നിങ്ങൾക്ക് ഇനിയും പേടിയുണ്ടെങ്കിൽ ഞാനും കൂടെ നിങ്ങളുടെ കൂടെ കിടക്കാം. ആ പെട്ടിയും പ്രമാണം എടുത്ത് ഏതെങ്കിലും റൂമിൽ ചെന്ന് കിടക്കടാ. അവന്റെ ഒരു പുന്നാരം. ഇതെന്തിന്റെ കുഞ്ഞാണോ എന്തോ, ഇത്രയും വലിയൊരു നിലയം കണ്ടിട്ടും അവൾക്കൊരു കുലുക്കം ഉണ്ടോ നോക്കിക്കേ. മനുഷ്യൻ പേടിച്ച് വിറച്ച് പാതി ജീവൻ പോയി. പോരാത്തതിന് ഒടുക്കത്തെ കാറ്റും. എന്റെ പൊന്നെ, ഈ നിലയത്തിന് ചുവപ്പോ മഞ്ഞ എങ്ങാനും പെയിന്റ് അടിച്ച പോരായിരുന്നു ഇതൊരുമാതിരി മനുഷ്യന്മാരെ പീഡിപ്പിക്കാൻ. ജിത്തു, ധൈര്യം കൈവിടരുത്. നീ തനിച്ചാണ് കിടന്നുറങ്ങേണ്ടത്. ആ ഓർമ്മ എപ്പോഴും വേണം. പോയി കണ്ണടച്ച് കിടക്കാം.
ചത്താലും ഞാൻ എണീക്കൂല. ആരാ? ആര്? അങ്ങോട്ട് നോക്കടി. എടി ഇനി യക്ഷി വല്ലോ ആണോ? അതിനും വെള്ളസാരി അവിടെ. അത് വെള്ളസാരി കഴുകിയിട്ടിട്ട് ഉണങ്ങാത്തത് കൊണ്ട് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാവില്ലേ? അത് പോടാടുന്നു. അതെ, ആരാ? ഞാനിവിടെ കോലത്ത് കുട്ടിയാ. അയ്യോ, താനെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? അത് അച്ഛൻ പറഞ്ഞയച്ചതാ. നിങ്ങളെ ആഹാരം കഴിക്കാൻ വിളിക്കാൻ. അവിടെ ആഹാരം തയ്യാറായിരിക്കുന്നു. ഹായ് ഫുഡ്. എനിക്കാണെ വിശന്നിട്ട് വയ്യ. നിനക്ക് എപ്പോഴാ വിശക്കാത്തെ? തന്റെ പേരെന്താടോ? എന്റെ പേര് താര. നിങ്ങളുടെയൊക്കെ? ഞാൻ ജിതിൻ ജിത്തു. ഇത് ശ്രീലക്ഷ്മി, എന്റെ ശ്രീകുട്ടൻ. ഇത് അന്ന, എന്റെ അന്നമ്മ. ഇത് ദേവനന്ദ ദേവ. ഇത് ഗോപിക ഗോപു. ഇത് നന്ദന നന്ദു. പിന്നെ ഒരാൾ കൂടെ വരാനുണ്ട്. അയാൾ വന്നിട്ട് നമുക്ക് നേരിട്ട് പരിചയപ്പെടാം. ഓ, നിങ്ങൾ അങ്ങോട്ട് ചെല്ല്. അവിടെയാ ഊണ്. കുട്ടിയോളെ ഇരിക്കൂ, ആഹാരം കഴിക്കാം. നിങ്ങൾ വന്നെന്ന് അറിഞ്ഞു. അപ്പൊ ഒരു സമയമായിരുന്നല്ലോ. പൂജയും വിളക്ക് കൊളുത്തലും ഒക്കെ ആയിട്ട് തിരക്കിലായി പോയി. ഇനി കുറച്ചു നാളത്തേക്ക് ഇവിടെ ഉണ്ടാവുമല്ലോ. സാവധാനം പരിചയപ്പെടാം എല്ലാവരെയും. നിങ്ങളൊക്കെ? ഞാൻ കസ്തൂരി. ഇവിടെ 3 ആൺമക്കളാ ഉള്ളത്. മൂത്തയാൾ സുരേന്ദ്രൻ. ഏട്ടൻ തമ്പുരാൻ ഇപ്പൊ ഇല്ല. ഭാര്യ സുമിത്ര. നിങ്ങളെ നേരത്തെ പരിചയപ്പെട്ടില്ലേ? ആളിപ്പോ പൂജയിലായിരിക്കും. രണ്ടാമത്തത് എന്റെ ഭർത്താവ രവീന്ദ്രൻ തമ്പുരാൻ. ചേച്ചി, ഇനി ഞാൻ പറയാം. അവസാനത്തത് മഹേന്ദ്രൻ തമ്പുരാൻ, എന്റെ ഭർത്താവ്. പിന്നെ എന്റെ പേര് പറഞ്ഞില്ലല്ലോ, ഞാൻ മല്ലിക. ഇനി വിശദമായിട്ട് നമുക്ക് പിന്നെ പരിചയപ്പെടാം. ഇപ്പൊ നിങ്ങൾ ആഹാരം കഴിക്കേ. ഓ, ഇതെന്താ പരിപ്പോ? ദേവാ, മിണ്ടാതിരുന്ന് കഴിക്കേ. വാവ്, സൂപ്പർ ഫുഡ്. അവന് പിന്നെ എന്തുരുട്ടി കൊടുത്താലും കേട്ടിക്കോളും. നിങ്ങൾക്ക് ഇതൊന്നും അത്ര തൃപ്തിയാവില്ലെന്ന് അറിയാം. കോലോത്ത് മത്സ്യമാംസാദികൾ കഴിക്കാറില്ല. നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത് വരെ നിങ്ങളും കഴിക്കരുത്. അതല്ല, ഇവിടുത്തെ ആജ്ഞകളൊക്കെ ലംഘിക്കാനാണ് ഭാവമെങ്കിൽ അതിനുള്ള ഭവിഷ്യത്ത് നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും. തമ്പ്രാട്ടി പറഞ്ഞത് ആരും തെറ്റായ രീതിയിൽ എടുക്കരുത്. ഇവിടെ കാലങ്ങളായിട്ട് പൂജകൾ ചെയ്തു വരുന്നതാ. അതുകൊണ്ട് ഇതൊന്നും പാടില്ല. അതെന്തോ ഒരു അപശബ്ദം കേട്ടെ? ഇനി കാട്ടുപന്നിയല്ലോ ആണോ? അത് നിന്റെ ജിത്തുവാ. അയ്യോ, ജിത്തു എന്നാ പറ്റി? ജിത്തു, നിനക്ക് എന്ത് പറ്റി? ടോയ്ലറ്റ് പോടാ പട്ടി. കണ്ട പരിപ്പൊക്കെ കൂടെ വലിച്ചു കയറ്റിട്ട്. അതല്ല, ഞാൻ കണ്ടു. 2 ഒന്നവിടെ ഒന്നിവിടെ. പ്രേതം. പ്രേതോ? പോടെ പന്നി പേടിപ്പിക്കാതെ. ഇവന് പരിപ്പ് തലേ കയറി എന്നാ തോന്നുന്നു. പിന്നെ സംസാരിക്കാടി. അങ്ങോട്ടൊന്ന് നോക്കിക്കേ നീ. നിങ്ങളെല്ലാരും എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? നിങ്ങളാരും പേടിക്കണ്ട കേട്ടോ. ഇതെന്റെ ഇരട്ട സഹോദരിയാ, താമര. അയ്യോ, നിങ്ങൾ പേടിച്ചു പോയോ? സോറി. ഏയ്, താനത്ത് കാര്യാക്കണ്ട. ഇവറ്റകൾക്കൊക്കെ ഭ്രാന്ത. അല്ല താരാ താമര, ഇവിടെ ഇനി വേറെ ആരൊക്കെ ഉണ്ട്? അതൊക്കെ എന്തിനാടാ നീ അറിയുന്നത്? അല്ല, ഇനി ഇതുപോലത്തെ വേറെ വല്ല ഡബിളും ഉണ്ടെങ്കിൽ അറിഞ്ഞെടുക്കാമല്ലോ. ചുമ്മാ കിടന്ന് പേടിക്കുന്ന എന്തിനാ? സുരേന്ദ്ര വല്ലച്ചനും മല്ലിക വല്യമ്മക്കും ഒരു മകനുണ്ട്, രുദ്രദേവ്, ഞങ്ങളുടെ രുദ്രേട്ടൻ. പിന്നെ രവീന്ദ്ര വല്ലച്ചനും കസ്തൂരി വല്യമ്മക്കും ഒരു മകൻ തന്നെയാ ഉള്ളത്, ശരത്തേട്ടൻ. അവസാനത്തേത് ഞങ്ങളുടെ അച്ഛനാ. ഞങ്ങൾ 2 മക്കളും മാത്രമേ ഉള്ളൂ. അത് നന്നായി. ഇനി ഒരെണ്ണം കൂടെ കണ്ട് പേടിക്കാനുള്ള ത്രാണി എനിക്കില്ല. രാവിലെ ഇരുളേറി തുടങ്ങി. പാലപ്പൂമുള്ള കാലം. തീക്കാറ്റ് വീശാൻ സമയമായി. ഇനി അവളുടെ താണ്ഡവമാണ്. നെഞ്ചിൽ പകയും ചുണ്ടിൽ മധുരം നിറച്ച വന്യ മനോഹരിയാണ് പെണ്ണ്. തൻ സംഹാര താണ്ഡവം. ഇനി ഇവിടെ ചോരപ്പൂക്കൾ വിരിയും. തീമഴ പെയ്തിറങ്ങും. രാത്രിയുടെ അന്ത്യനാഴികയിൽ കാലൻ കോഴി കൂവുമ്പോൾ അവൾ ആഘാതമാവും. നിലാവ് അകലും നേരം നീ ജീവനം കൊണ്ട് പറക്കാൻ കൊതിച്ചിരിക്കുകയാണ് രക്തദാഹിയായ പെണ്ണ്. തീർന്നോ? ഇത്രയും പേരേ ഉള്ളൂ? ആ,
പിന്നെ അപ്പുണ്ണി ചേട്ടനുണ്ട്, അവരെ നിങ്ങൾക്ക് അറിയാലോ. ആ അറിയാം. അല്ല അപ്പോ അവര് ആര്? ദാ അവിടെ അവിടെ ആരും കാണാനില്ലല്ലോ. അവിടെ അവിടെ ഉണ്ടായിരുന്നു. നീ എന്തൊക്കെയാ പറയുന്നത്? എടാ ജിത്തു, അവിടെ അവിടെ ഒരാളെ ഞാൻ കണ്ടതായിപ്പോ പെട്ടെന്ന് കാണാണ്ടായി. സാരല്ല, തോന്നിയതാവും. ഇനിയിപ്പോ പ്രത്യേകിച്ചൊന്നും അറിയാനില്ലല്ലോ. എങ്കിൽ നിങ്ങളൊക്കെ ചെന്ന് കിടന്നോളൂ. ദാ അപ്പുണ്ണി ചേട്ടൻ വരുന്നുണ്ട്. ചേട്ടാ, ഇവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തോളൂ. ഞാൻ ഇല്ലത്തോട്ട് ചെല്ലട്ടെ. ആ കുഞ്ഞു ചെന്നാട്ടെ, ഇവരുടെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. കുട്ടികളെ, നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് കിടക്കാം. ഇല്ലത്ത് പെട്ടെന്ന് തന്നെ കിടക്കും. ഇതാ താക്കോല്. കഥകൊക്കെ പൂട്ടി ഭദ്രമായിട്ട് വെച്ചേക്ക താക്കോല്. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. നാളെ തമ്പുരാൻ കുട്ടികൾ പഠിക്കുന്നിടത്തുനിന്ന് വരുന്നുണ്ടേ. ഇല്ലത്ത് മുറികൾ വൃത്തിയാക്കിയിടാനുണ്ട്. നാളെ വെളുപ്പിന് കാണാം. ഗായ്സ്, അപ്പൊ ഇനി എന്താ പരിപാടി? ചെന്ന് കിടന്ന് ഉറങ്ങല്ലേ? ഞാൻ ഇവിടേക്ക് ഒന്ന് ചുറ്റി കാണട്ടെ. നിങ്ങൾ ചെന്ന് കടന്നു. ദേവ, അവര് പോകരുതെന്ന് പറഞ്ഞ സ്ഥലത്തേക്കൊന്നും പോകരുത് കേട്ടോ. ഇല്ലടി, നിങ്ങൾ ചെന്ന് കിടന്നു. யாயும் யாயும் யாராகியரோ நெஞ்சில் நீண்டதென்ன யாயும் யாயும் யாராகியரோ நெஞ்சில் நீண்டதென்ன யானும் நீயும் எவ்வழி அறிந்தும் உறவு சேர்ந்ததென்ன ഇത് ഞാൻ എന്നെ പോലെ உயிர் கொடி பூத்ததென்ன ആരായത്? ഓ മൈ ഗോഡ്, ഐ കാൻറ്റ് ബിലീവ് ദിസ്. ഒരാളെ പോലെ 7 പേരുണ്ടാവുന്ന പറഞ്ഞത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതിപ്പോ ഇവര് ശരിക്കും എന്നെ പോലെ തന്നെ ഉണ്ടല്ലോ. ഇത് ആരായിരിക്കും? അവൾ വരും. ഇനി അവളുടെ സമയമായി. വെളിച്ചമില്ല ദിനങ്ങൾ, ഇനി ഇരുട്ടിന്റെ ദിനങ്ങൾ. പാതിരയിൽ ഇനി മുല്ല പൂക്കില്ല, പകരം പാല പൂക്കും. അവൾ മരിച്ചെന്ന് ആളുകൾ പറഞ്ഞേക്കാം. മരിച്ചിട്ടില്ല, എവിടെയോ ഉണ്ട്. ഏതോ പുതിയ രൂപം സ്വീകരിക്കാനായി. അനാദികാലം മുതൽ അവൾക്കൊരു സുന്ദര രൂപമുണ്ടായിരുന്നു. ആരും മോഹിച്ചു പോകുന്ന ഒരു രൂപം. അത് മാത്രമാണ് നശിച്ചത്. നശിച്ചതല്ല, നശിപ്പിച്ചതാ. എന്നാൽ നശിക്കാത്ത ഒന്നുണ്ട്, പക. പ്രതികാരകാരിയാം പെണ്ണ്. അവൾ പുറപ്പെടാൻ സമയമായി. അതെ, നിങ്ങളാരാ? ഭദ്ര മോളെ, ഭദ്ര. ഭദ്ര, ഞാൻ ഭദ്രയൊന്നുമല്ല. ഭദ്ര, അവൾ വരാൻ സമയമായി. ഇവരിതെവിടെ പോയി? ഇപ്പൊ ഇവിടെ നിന്നതല്ലായിരുന്നു. ഷേ, അവിടെ എന്തായിരിക്കും? എനിക്കാണ് അവിടെ എന്താന്ന് അറിയാനിട്ട് ഒരു സുഖമില്ല. ഒന്ന് ചെന്ന് നോക്കിയാലോ. അവര് ഇവിടെ ഒന്നും വരരുതെന്ന് പറഞ്ഞല്ലേ. അല്ലെങ്കിൽ തന്നെ ഞാനിപ്പോ അവിടെ പോയ ആരറിയാനാ? ഒന്ന് ചെന്ന് നോക്കാം. എങ്കിലും എനിക്ക് മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റുള്ളൂ. ഷേ, ഈ ഡോറ് ക്ലോസ് ചെയ്ത് വെച്ചേക്കുവാണല്ലോ. ഇനിയിപ്പോ ഞാൻ എങ്ങനെയാന്ന്? ഇതിന്റെ കീ എവിടെ ആയിരിക്കും? ഇവിടെ എവിടെയും കാണുന്നില്ലല്ലോ. ഷേ, വെറുതെ ആയെന്നാ തോന്നുന്നേ വന്നത്. എനിക്ക് അങ്ങനെ പരാജയപ്പെടാൻ താല്പര്യമില്ല. ഒന്ന് തള്ളി നോക്കാം. തുറന്നാലോ? അയ്യോ, ഇവിടെ എന്തോ ഒരു ഡസ്റ്റാ. ഓപ്പൺ ആയോ? താഴെയിട്ട് കൂട്ടിയേക്കാണെന്നൊക്കെ ആ തമ്പിഴക്കന്മാര് ചുമ്മാ പറഞ്ഞതാണല്ലേ. ആരെന്നെ വിളിച്ചേ? നിങ്ങളാരാ? ഇവിടെ ഇരിക്കാൻ സാധിക്കില്ല. വാ, എന്റെ അടുത്തേക്ക് വാ. மார்கழி பூவே உன்மடி மேலே ஓரிடம் வேண்டும். மார்கழி பூவே ഞാനിപ്പോ എന്ത് സ്വപ്നമാകണ്ടേ? ഞാൻ സാരിയൊക്കെ ചുറ്റിക്കൊണ്ട്. ഇതെന്ത് സ്വപ്നവാ? ഒരിക്കലും നടക്കാത്ത കാര്യമാകണ്ടേ? അല്ല, അതിന്റെ കൂടെ ഒരു ചെക്കൻ
പോയി കിട്ടി. ഇവിടെയാണ് നെറ്റ്വർക്കും കിട്ടുന്നില്ല. ഞാൻ എന്തോ ചെയ്യും ഇനി? ഇവിടേക്ക് ഒന്നുകൂടെ ചുറ്റി നടന്ന് കണ്ടാലോ? അതാ നല്ലത്. ഇപ്പോ ഒന്ന് പോയി നോക്കാം. എല്ലാവരും ഉറങ്ങിക്കാണും. ഇത് കോലത്ത് തമ്പുരാട്ടിയല്ലേ? ഇവരുടെ ഫോട്ടോസ് ഒക്കെ ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചേക്കുന്നേ. ഇവനെയല്ലേ ഞാനിപ്പോ സ്വപ്നത്തിൽ കണ്ടേ? ഇതെന്താ എന്തൊക്കെയാ നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ ഫോട്ടോയിൽ കാണുന്ന പെണ്ണും ഈ ചെക്കനും തമ്മിൽ എന്തായിരിക്കും ബന്ധം? ഇനി ഞാൻ സ്വപ്നം കണ്ടത് ഈ ഫോട്ടോയിൽ കാണുന്ന പെണ്ണിനായിരിക്കും. ഇതൊക്കെ ഞാൻ ആരോടാണ് ചോദിക്കുന്നത്? ഇതെന്താ ഒരു ബുക്ക് കിടക്കുന്നേ? ഇനി ആൽബം ആണോ അതോ ഡയറിയോ? എന്തായാലും ഒന്ന് നോക്കിയേക്കാം. ഇതിനകത്തും അവരുടെയൊക്കെ ഫോട്ടോസ് ആണല്ലോ ഉള്ളേ. ഈ ചെക്കനും പെണ്ണും തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും? എനിക്കെന്തോ അവർ ലോവേഴ്സ് ആയിരുന്നു. ഇനി എനിക്കിത് അറിഞ്ഞേ പറ്റൂ. ഇനിയിപ്പോ ഇവിടെ നിന്നിട്ട് എന്താ കാര്യം? ഇവിടെ ഉള്ളതൊക്കെ ഞാൻ കണ്ടല്ലോ. ഇനി പോയി കിടക്കാം. ആരെങ്കിലും കണ്ടുവന്നു ഇനി അതൊരു പ്രശ്നമാവണ്ട. അവര് പോവരുതെന്ന് പറഞ്ഞ നിലവറയിലും തട്ടിപ്പുറത്ത് ഞാൻ പോയി. ഇനിയിപ്പോ പുറത്തത്തെ അത്യാവശ്യത്തെ എന്താന്ന് കൂടെ അറിയേണ്ടതുള്ളൂ. അതും കൂടെ അറിഞ്ഞു കഴിയുമ്പോ ഓൾ സെറ്റ്. ചുമ്മാ ഓരോ കെട്ടുകഥയൊക്കെ പറഞ്ഞ് മനുഷ്യന്മാരെ പേടിപ്പിച്ച് വെച്ചേക്കുമല്ലേ ഇവര്. എന്തായാലും ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും ഈ നിലയത്തില് ഒരു പ്രേതമില്ല മണ്ണാങ്കട്ടയില്ലെന്ന് ഞാൻ എല്ലാവരുടെ അടുത്തും പറയും. ഗൈസ്, ഇന്നെങ്കിലും നമ്മുടെ വർക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യണ്ടേ? ഇതിപ്പോ ചുമ്മാ ഇവിടെ വന്ന് തിന്നും കുടിച്ചും കിടക്കാൻ നല്ലത് വർക്ക് നടക്കുന്നില്ലല്ലോ. ശരിയാ ദേവ, നമുക്ക് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാല്ലേ? ദേവ, ഇവളിതെന്ത് നോക്കിക്കൊണ്ടിരിക്കുന്ന? ദേവാ, നീ ഇതേത് ലോകത്താ പെണ്ണ? നിങ്ങളെന്താ പറഞ്ഞേ? ബെസ്റ്റ്, ഐ എം സോറി, ഞാൻ കേട്ടില്ല. നിങ്ങൾ എന്താ പറഞ്ഞേ? ഒന്നും കൂടെ പറയാണേ. എടീ, വർക്ക് സ്റ്റാർട്ട് ചെയ്യണ്ടെന്നാ പറഞ്ഞേ. ചെയ്യണം. എന്നിട്ടിപ്പോ നീ പകൽ സ്വപ്നം കണ്ടോണ്ട് വന്നാ വല്ല നടക്കുവോ? അതിന് ഞാൻ മാത്രമല്ലല്ലോ, നിങ്ങളൊക്കെ പിന്നെ എന്താ നോക്കി നിൽക്കുക? നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. ഇനി അടി വെക്കണ്ട, എല്ലാരും കൂടെ ചേർന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്യും, അത്ര തന്നെ. അല്ല പിന്നെ ഈ ഒരു സമയത്താണ് താരയും താമരയും രുദ്രനെയും ശരത്തിനെയും ഇവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനായിട്ട് കൊണ്ടുവരുന്നത്. ഞാനിന്നലെ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു ഞങ്ങളുടെ ഏട്ടന്മാരെ കുറിച്ച്? അവരാ ഇത്, ഇന്ന് വെളുപ്പിനാ എത്തിയേ. മതി മതി, ഇനി ഞങ്ങൾ തന്നെ സ്വയം പരിചയപ്പെടുത്തി കൊടുത്തോളാം. ആയിക്കോട്ടെ. രുദ്രനും ശരത്തും അവരുടെ പേരൊക്കെ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു. ഇവരും അവരുടെ പേരൊക്കെ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സമയത്താണ് തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ദേവയെ രുദ്രൻ ശ്രദ്ധിച്ചത്. അവരഞ്ചു പേരും അവരെ സ്വയം പരിചയപ്പെടുത്തി. പക്ഷെ ദേവ മാത്രം രുദ്രനെ തന്നെ നോക്കിയിരിക്കുക. ഇയാളുടെ പേര്? പേര് ദേവനന്ദ. ഇത് കേട്ടപ്പോ താരയ്ക്കും താമരയ്ക്കും രുദ്രനും ശരത്തിനും ഒരു ഞെട്ടലും ഇല്ലെങ്കിലും ബാക്കി 5 പേരും ഞെട്ടിപ്പോയത്. കാരണം എന്താന്ന് വെച്ചാൽ എല്ലാവരുടെ മുന്നിലും തന്റെ അടുത്തോട് സംസാരിക്കുന്ന ദേവയാ ഇപ്പൊ വിക്കി കളിക്കുന്നത് കാണുന്നത്. മോളെ ഭദ്ര, അവൾ വരും, കാത്തിരുന്നോ എല്ലാവരും? പോയെ, നിങ്ങളോട് ആരും ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? നോക്ക്, ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഒരാളെ കണ്ടൂന്ന്? അതിവരാ. ഇവരെയാണോ നീ കണ്ടേ? ഇവർക്ക് ഭ്രാന്ത. കുറെ കാലമായിട്ട് ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. അതെ, ഞങ്ങൾക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് ഇവരിങ്ങനെയൊക്കെ തന്നെയാണല്ലേ. ഭദ്ര മോളെ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നടക്കാറുണ്ട്. അച്ഛനും വല്യച്ഛന്മാരൊന്നും ഇങ്ങോട്ട് വരാനേ സമ്മതിക്കാറില്ല. നിങ്ങൾ പേടിക്കണ്ട അമ്മേ, ഇവിടുന്ന് പോയേ. ഇനി അച്ഛൻ വന്ന് കണ്ട വഴക്ക് കേൾക്കും. മോളെ ഭദ്ര. ദേവയെ നോക്കിയിട്ടാണല്ലോ ഭദ്രന്ന് വിളിച്ചേ. അതൊന്നും കാര്യമാക്കണ്ട, ഇവരിങ്ങനെ തന്നെയാ. അല്ല, ആരാ ഈ ഭദ്ര? അതൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഇവര് പണ്ടോട്ടെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഭ്രാന്തല്ലേ, ആരും അവരോട് അധികം സംസാരിക്കാനും പോയില്ല. ഇവർക്ക് എങ്ങനെയാ ഭ്രാന്തായേ? അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളിവിടെ അമ്മയോട് ചോദിക്കാറുണ്ട്, അവർക്കും അറിയില്ല. പിന്നെ നമ്മളിതൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ ഇവിടെയൊക്കെ ചുറ്റിക്കണ്ടോ? ഏയ് ഇല്ല.
എന്ത് നോക്കി നിൽക്കുക ചത്തു? ചത്തു അല്ല ജിത്തു. സോറി ജിത്തു, എന്ത് നോക്കി നിൽക്കുക? ഇവിടെയൊക്കെ കാണാണ്ട് പിന്നെ നിങ്ങൾ എന്ത് റിസർച്ചിന് വന്നതാ? ഞങ്ങൾ കാണാൻ പോവാൻ നിൽക്കായിരുന്നു. എങ്കിൽ വാ, എല്ലാവർക്കും കൂടെ പോവാം. ഇല്ലത്തിനും നിലയത്തിലൊന്നും പ്രത്യേകിച്ചൊന്നും കാണാനില്ല. നമുക്കത് ആ ഫോറസ്റ്റ് ഏരിയയിലോട്ട് പോയാലോ? അവിടെ ആകുമ്പോൾ ഒരുപാട് വെറൈറ്റി ഫ്ലവേഴ്സ്, ബേർഡ്സ് ആൻഡ് അനിമൽസിനൊക്കെ കാണാൻ പറ്റും. ഇത്രയും പേരുണ്ടായിട്ട് ആരുടെ സൗണ്ടും കേൾക്കാത്ത ആരും എന്താ ഒന്നും സംസാരിക്കാത്ത? നിങ്ങളാരും എന്താ സംസാരിക്കില്ലേ? അങ്ങനെയൊന്നുമില്ല. ഇവിടെ എല്ലാവരും ആവശ്യത്തിലപ്പുറം സംസാരിക്കും. പിന്നെ കുറച്ച് സൈലന്റ് ആയിട്ടുള്ളത് ദേവയാ. അവൾ ആവശ്യത്തിന് മാത്രമേ സംസാരിക്കൂ. അങ്ങോട്ട് നോക്കിയേ, മയില്. വാവ്, ഇത്ര അടുത്തൊക്കെ മയില് ഞാൻ അന്ന് ട്രിപ്പ് പോയപ്പോ കണ്ടതാ. നീയോ? ഞാനും. ഞങ്ങൾക്കിത് സ്ഥിരം കാഴ്ചയാ. ഇവള് മാത്രമല്ല, വേറെയും കുറച്ച് പേര് കൂടെ വരാനുണ്ട്. ഇവളോ? മയില്. അല്ല, അത് പെണ്ണാണോ? അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി? മെയിലും ഫീമെയിലും ഒന്നും തിരിച്ചറിയാൻ ഇപ്പോഴും അറിയില്ല നിങ്ങൾക്ക്? അത് പിന്നെ ഞങ്ങൾക്ക് അറിയാം, പക്ഷെ ഞങ്ങൾ കണ്ടില്ല. എന്ത് സുന? അതെ, ഈ മയിലിന്റെ അത് നോക്കിയിട്ടൊന്നുമല്ല ആണാണോ പെണ്ണാണോ എന്നറിയുന്നത്. പിന്നെ പീലി കുറവാണേ അത് പെണ്ണായിരിക്കും, പീലി ഒരുപാടുണ്ടെങ്കിൽ ആണോ. അങ്ങനെ ആയിരുന്നല്ലേ? ശരിയാ, ഇതിന് പീലി കുറവാ. നീ ഏതാ കുട്ടി? ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഐഷ്, ഞാൻ ഏതാന്നുള്ളതല്ലല്ലോ ഇപ്പൊ ഇവിടുത്തെ വിഷയമോ. വലിയപ്പ അങ്ങനൊരു കാര്യം മനസ്സിലാക്കണം. കരിക്കൊക്കെ ഇന്ന് വരും, നാളെ പോവും. പക്ഷെ മനുഷ്യന്മാര് എന്നും ഇങ്ങനെ തന്നെ. എവിടെയോ കേട്ട് നല്ല പഠിച്ചുള്ള സൗണ്ട് അല്ലേ? അതെടാ, ഞാനും ഓർക്കായിരുന്നു. സൗണ്ട് I think this is Shukur Makri. Yeah, that's it. ഇത് മാക്രിയാണ്. അല്ല, അവനെന്തോന്ന് വിളിച്ചു പറയാതെ പെട്ടെന്ന്? ഇവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ അല്ലേ, ചിലപ്പോ അവൻ ട്രൈ ചെയ്തിട്ടുണ്ടാവും. മോനെ, നീ പറയുന്നൊന്നും എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. സോറി, നിങ്ങൾക്ക് മലയാളം അറിയില്ലല്ലേ? ഞാൻ നേരത്തെ പറയണ്ടേ. ദിസ് ലാംഗ്വേജ് ഇസ് മലയാളം, പച്ച മലയാളം, ഐ മീൻ ഗ്രീൻ മലയാളം. എടാ ഷുക്കൂർ മാക്രി, ഹേയ് ഗായ്സ്. എടാ, എന്താണ് ഇവിടെ പ്രശ്നം? എന്റെ പൊന്നു ജിത്തു, ഇത് കേൾക്കണം. ഞാൻ ഈ ചെങ്ങായിനോട് ഒരു കരിക്ക് ചോദിച്ചു, അതിനാണ് ഈ ചെങ്ങായി ഇങ്ങനെ ചാടാട്ടത്. നീ ചോദിക്കുമ്പോൾ കരിക്കെടുത്ത് തരാനായിട്ട്. ഇത് നിന്റെ വാപ്പ കോയാണ്ട് സ്വത്തല്ല. ഹൈ ദേവ ഡാർലിംഗ്, ഇത് ആകെ ക്ഷീണിച്ചു പോയല്ലടി. അനക്കൊന്നും തിന്നു വന്നില്ലവര്. അൻ്റെതും കൂടെ ദേവനാ തിന്നത്. ആരെങ്കിലും ക്ഷീണിച്ച അതും എന്റെ വണ്ടിയില്. ഹായ്, എന്താ പേര്? തവളെ? അയ്യോ അല്ല, ഞാൻ താര, ഇവള് താമര. ഐ സീ. ഹൂസ് ദിസ്? പറയാൻ മറന്നു, ഇത് ഞങ്ങളുടെ ഫ്രണ്ടാ ഷുക്കൂർ മാക്രി. വാട്ട്? മാക്രി? മാക്രി അല്ല, മുക്രി. മുക്രി? വാട്ട് ഈസ് ദാറ്റ് തിങ്? അത് നമ്മൾ ഈ പള്ളിയിൽ ബാങ്ക് വിളിക്കണ കേട്ടിട്ടില്ലേ? ഈ ബാങ്ക് വിളിക്കുന്ന ആൾക്കാരെ മുക്രി എന്ന് വിളിക്കും. ഞാൻ പണ്ടൊക്കെ ബാങ്ക് വിളിക്കായിരുന്നു, അത് കേട്ടിട്ട് ഇവര് എന്നെ മാക്രി എന്നാ വിളിക്കുക. അങ്ങനെയാണല്ലേ. എന്തായാലും കൊള്ളാം. എന്താ നോക്കുന്നത്? ഒന്നുമില്ല. നിങ്ങളിവിടെ റിസർച്ചിന് തന്നെയാണോ വന്നേ? അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, നിങ്ങൾ റിസർച്ച് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. അത് ഞങ്ങള് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനാ വിചാരിക്കുന്നത്. ഏതാ സബ്ജക്റ്റ്? ഹൊറർ. ഹൊററോ? അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് വന്നേ. ഇവിടെ വന്ന ഹൊറർ കിട്ടുമെന്ന് നിങ്ങളോടാരാ പറഞ്ഞേ? അത് ഞങ്ങള് അങ്ങനെ അറിഞ്ഞേ. മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സ് മാത്രമേ ഇടാറുള്ളൂ. എനിക്കത് കംഫർട്ടബിൾ. ഐ തിങ്ക് നിനക്ക് ട്രഡീഷണൽ ടൈപ്പ് ഓഫ് സൂപ്പർ ആയിരിക്കും. അല്ല, എനിക്ക് തോന്നുന്നു നിനക്ക് നന്നായിട്ട് ചേരുമെന്ന്. നിങ്ങക്ക് ലവർ ഉണ്ടോ? അല്ല, ലവർ ഉണ്ടോന്ന് എന്നെ കണ്ടിട്ട് എന്താ തോന്നുന്നേ? അത് എനിക്കൊന്നും തോന്നില്ല. ഐ ആം സിംഗിൾ. അതെന്താ? കമ്മിറ്റഡ് ആവണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. Then what? ഒന്നുമില്ല. ഞാനെന്താ വിളിക്ക? എനിക്ക് പേരുണ്ട്. അപ്പൊ പേര് വിളിക്കല്ലേ? പേരിട്ടേക്കുന്ന വിളിക്കാനല്ലേ? നിന്റെ ആ ഫ്രണ്ട് പയ്യൻ പറഞ്ഞല്ലോ നീ അധികം സംസാരിക്കില്ലെന്ന്. അതെന്താ? അത് എനിക്ക് അവരെ പോലെ ഇങ്ങനെ അനാവശ്യമായിട്ട് സംസാരിക്കാൻ താല്പര്യമില്ല. എന്തിനാ ചുമ്മാ ആവശ്യമുള്ളിടത്ത് സംസാരിച്ച പോരെ? അപ്പോ ഇവിടെ ആവശ്യമുണ്ടോ? അല്ല, നമുക്കിടയിൽ സംസാരിക്കേണ്ട ആവശ്യമുണ്ടോന്ന്? അത് പിന്നെ നിനക്ക് രുദ്രനോട് സംസാരിക്കാൻ തോന്നുന്നുണ്ട്. എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അങ്ങനെ എല്ലാവരുടെ അടുത്തും സംസാരിക്കുന്ന ആളല്ല. ബട്ട് ഐ തിങ്ക്
രുദ്രൻ എന്നെ പോലെയാണെന്ന്, ലൈക്ക് മൈ ക്യാരക്ടർ. നിന്റെ ക്യാരക്ടറും എന്റെ ക്യാരക്ടറും തമ്മിൽ എന്ത് സിമിലാരിറ്റിയാ ഉള്ളത്? ഞാനധികം ആരോട് സംസാരിക്കില്ലല്ലോ, അതുപോലെ തന്നെയാണ് രുദ്രനെന്ന് എനിക്ക് തോന്നി. ഞാൻ കണ്ടപ്പോൾ തൊട്ട് രുദ്രനധികം സംസാരിക്കുന്നത് കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ ടൗൺ ഏരിയയിലല്ലേ താമസിക്കുന്നത്? അതെ. അപ്പോ ഇവിടേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അത് വന്ന സമയത്തൊക്കെ എങ്ങനെയായിരുന്നു, ബട്ട് നൗ എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട്. അഡ്ജസ്റ്റ് ചെയ്യാനില്ല, നെറ്റ്വർക്ക് വെച്ച്. നെറ്റ്വർക്ക് അതൊരു വലിയ പ്രശ്നം തന്നെയാ. ഇവിടെ ടൗണിലെ ടവറൊക്കെ ഉള്ളൂ, അതുകൊണ്ട് ഇവിടെ ഉള്ളവർക്കാർക്കും ഒരു ഉപകാരമില്ല. എനിക്ക് ശരിക്കും ഇവിടെ നല്ല ബോറിംഗ് ആയിരുന്നു, നിന്നെ കാണുന്നത് വരെ. എന്നെ കാണുന്നത് വരെയോ? അതെന്താ അങ്ങനെ? അത് പിന്നെ നിന്നെ കണ്ടതുകൊണ്ട് ഞാനിപ്പോൾ സംസാരിക്കുന്നുണ്ടല്ലോ. പിന്നെ കണ്ടില്ലെങ്കിൽ സംസാരിക്കാൻ പറ്റില്ലായിരുന്നല്ലോ, അതാ ഞാൻ ഉദ്ദേശിച്ചേ. ഓ, നീ അതാണ് ഉദ്ദേശിച്ചേ? ശരി. പിന്നെ രുദ്ര, നിന്നെ പോലെയുള്ള ആരെങ്കിലും ഇവിടെ താമസിച്ചിരുന്നോ? ലൈക്ക് യുവർ ഫേസ്, അത് മുന്നേ? ഐ ഡോണ്ട് നോ. എന്താ? ഏയ് ഒന്നുമില്ല, ഞാൻ ചുമ്മാ ചോദിച്ചതാ. ഇവരെ കുറുകൽ ഇപ്പോഴും കഴിഞ്ഞില്ലേ? ഷുക്കൂർ മാക്രി, ഞാൻ അതല്ല ആലോചിക്കുന്നത്. ഇവളാണ് ആരോടും സംസാരിക്കില്ല, എന്നാലും ഇച്ചിട്ട് സംസാരിക്കുന്നത് നമ്മളോടാ. ഇതിപ്പോ നമ്മളോട് പോലും ഇങ്ങനെ സംസാരിക്കാറില്ല. ദേവ, അയ്യോ ഓക്കെ? എനിക്കെന്താടി, സംസാരിക്കാൻ പാടില്ലേ? അല്ല, ഞങ്ങൾ ഇത് നിന്നോട് അങ്ങോട്ട് ചോദിക്കുമായിരുന്നല്ലോ, നിനക്ക് എന്താ സംസാരിച്ചാലെന്ന്. അത് പിന്നെ എല്ലായ്പ്പോഴും എല്ലാവർക്കും ഒരുപോലെ ഇരിക്കാൻ പറ്റുമോ? ഓള് പറഞ്ഞതും കാര്യമാണ്. അല്ല, നമ്മൾ ഒരുപാട് സമയമായില്ല ഇവിടെ വന്നിരിക്കുന്നു, നമുക്ക് പോയാലോ? അതെ പോവാം, അമ്മയോട് പറയാതെയാ വന്നത്. രുദ്ര, നീ വരുന്നില്ലേ? രുദ്രനോ? നിന്നെക്കാളും ഒരുപാട് വയസ്സിന് മുതിർന്ന ആളാ രുദ്രേട്ടൻ, അപ്പൊ രുദ്രേട്ടാന്നല്ലേ വിളിക്കണ്ടേ? ഹൈ, ആരോടാ ബാല? ഓളോടാ. ഓള് വിളിച്ചിട്ട് ഇപ്പൊ കേക്കാം. അച്ഛനെ കേറി മച്ചാന്ന് വിളിക്കുന്ന ഇവളോടാ. രുദ്രേട്ടാ, എന്താ പണ്ടായി? രുദ്രേട്ടാ വന്നേ, എനിക്കൊരു ഡൗട്ട് ചോദിക്കാനുണ്ട്. ഇത് ഞങ്ങളുടെ ദേവയല്ല. അതെ, ഇത് ഞങ്ങളുടെ ദേവിയല്ല. ശരത്തേട്ടാ, ദേവിയും രുദ്രേട്ടനും നല്ല ചേർച്ചയുണ്ടല്ലേ? ഉണ്ടോ? എനിക്കും തോന്നുന്നുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. സുന്ദരി കുട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ അവിടെ നോക്കി, അപ്പൊ കണ്ടില്ല. അല്ല, ഇതാരൊക്കെയാ? രാമൻ വന്നോ? ഞാൻ ഒരുപാട് സമയം നോക്കി, പിന്നെ കാണാത്തപ്പോ ഞാൻ അവിടെ പോയി കിടന്നു. അല്ല, ആരാ ഈ കുട്ടികളൊക്കെ? ഭരതൻ പറഞ്ഞില്ലായിരുന്നു ആ കുട്ടികളാ? ഓ, അവരാണോ ഇത്? ഇയാള് ആ തമ്പുരാട്ടിയുടെയും ഫോട്ടോയുടെ അടുത്ത് ഉണ്ടായിരുന്ന ഫോട്ടോയിലുള്ള ആളല്ലേ? ഇനിയിപ്പോ ഇയാൾ ആരായിരിക്കും? താര തമര, ഇപ്പൊ വന്ന അയാളില്ലേ, നിങ്ങളെയല്ലേ വിളിച്ച്? എന്നിട്ട് നിങ്ങളെന്താ തിരിച്ചൊന്നും മിണ്ടാണ്ടിരുന്നേ? അത് ഞങ്ങൾക്ക് അയാളെ ഇഷ്ടമല്ല. അതെന്താ? ഒരുമാതിരി നോട്ടവും ചിരിയും, ഒരു വഷളനാണെന്നേ. അതെ, എനിക്ക് അയാൾ കാണുമ്പോഴേ കലി കയറും. പിന്നെ ഇവിടെ അച്ഛനും വല്യച്ഛനും ഒക്കെ അയാളെ വലിയ കാര്യമാണ്, അതുകൊണ്ടാ പിന്നെ ഞങ്ങളൊന്നും മിണ്ടാത്തെ. നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണ്ടേ? ചെയ്യണം. അതിന് നമ്മൾ ഇവിടുത്തെ സ്റ്റോറീസ് ആരടുത്തെങ്കിലും ചോദിക്കണം, ഐ മീൻ ഹിസ്റ്ററി. ഇവിടെ ഇപ്പോൾ നമുക്ക് ചോദിക്കാനായിട്ട് ആരും ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്തായാലും ഇവിടുത്തെ തമ്പുരാട്ടിമാരൊന്നും പറഞ്ഞു തരുമെന്ന് തോന്നുന്നില്ല. വല്ലതൊക്കെ ചോദിക്കുമ്പോൾ തന്നെ അവരുടെ മുഖവും ഭാവവും കാണേണ്ടതാ. പ്രത്യേകിച്ച് ആരുമില്ല നമുക്കൊന്നും പറഞ്ഞു തരാനായിട്ട്. പിന്നെയുള്ളത് ഒരു താരയും താമരയുണ്ട്, അവർക്കാണ് ഹിസ്റ്ററി ഒന്നും അറിയ പോലും ഇല്ല. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഇനി ഒറ്റ തന്നെ കണ്ടുപിടിക്കേണ്ടി വരും. അങ്ങനെയല്ല, വേറെ ഒരാളൂടെ ഉണ്ട്. ആരാത്? ആ വൃദ്ധയില്ലേ? വൃദ്ധയോ? ആന്നേ, ആ ഭദ്ര എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഒരു വൃദ്ധ. എടി, അതിന് അവർക്ക് ഭ്രാന്താണെന്നല്ലേ ഇവരൊക്കെ പറയുന്നത്? ഭ്രാന്തുള്ളവരോട് ചോദിക്കുന്നേക്കാളും ഭേദം ആരോട് ചോദിക്കാതെ നമ്മൾ തന്നെ കണ്ടുപിടിക്കുന്നതല്ലേ. അവർക്ക് ഭ്രാന്താണെന്ന് നീ എങ്ങനെ അങ്ങ് ഉറപ്പിച്ച് പറയുന്നേ? ആർക്ക് അവിടെ ഭ്രാന്തായി? നിന്റെ വാപ്പയ്ക്ക്. താങ്ക് യു. എല്ലാവരോടും കൂടിയിട്ടാ പറയുന്നത്. ഇവിടെ ഡിസ്കസ് ചെയ്യുമ്പോൾ എല്ലാവരും ഇവിടെ തന്നെ വേണം. അവിടെ ഇവിടെ ചിന്തിച്ചിരുന്ന പിന്നെ കാര്യം നടക്കില്ല. ഓള് വലിയൊരു പത്രാസുകാരി. വാട്ട്? ഒന്നുമില്ല, നമ്മൾ വിഷയത്തിൽ നിന്നും തെന്നി മാറുന്നു. അല്ല, അപ്പൊ എന്താ ഇനി ചെയ്യണ്ടേ? ആരോടാ ചോദിക്കണ്ടേ? എടാ, നമുക്ക് അമ്മൂമ്മയോടൊന്ന് ചോദിച്ചു നോക്കാം, ചിലപ്പോ അവർക്ക് നന്നായിട്ട് അറിയുന്നുണ്ടോ ഇവിടുത്തെ ഹിസ്റ്ററി. ഡി ദേവ, ആ നട്ടപ്രാന്തുള്ള സ്ത്രീയോടൊക്കെ ചോദിച്ചിട്ട് ടൈം കളയണോ? നമുക്ക് വേറെ ആരോടെങ്കിലും ചോദിച്ചാ പോരെ? അവർക്ക് നട്ടപ്രാന്താണെന്ന് നീ എങ്ങനെയാടാ അങ്ങ് വിശ്വസിക്കുന്നേ? അവർ വല്ല പ്രൂഫും തന്നിട്ടുണ്ടായിരുന്നു നിനക്ക്? അതില്ല.
പിന്നെ നീ എന്തിന്റെ അടിസ്ഥാനത്തിലാ ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നെ? ഹൈ, ഒന്ന് നിർത്തത് രണ്ടും കൂടി. കുറെ നേരായി കേക്കണ്. ആർക്കാണ് ഇവിടെ നട്ടപ്രാന്ത്? അത് മാത്രം അറിഞ്ഞാ മതി. എന്റെ ശുക്കൂറെ, ഇവിടെ ഒരു തള്ളയെ കണ്ടിട്ടുണ്ടായിരുന്നു. അവർക്ക് ഭ്രാന്താണെന്ന് ആ താരയും താമരയും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ദേവയ്ക്ക് വിശ്വാസമില്ല. ഇപ്പൊ ഹിസ്റ്ററി തിരക്കിക്കൊണ്ട് ആ തള്ളയുടെ അടുത്തേക്ക് പോവാൻ നിൽക്കുന്നേ. ഏതൊരു കാര്യം എടുത്താലും നമ്മൾ പോസിറ്റീവും നെഗറ്റീവും നോക്കണം. ദേവ പറഞ്ഞ പോലെ ആ തള്ളക്ക് പ്രാന്തൊന്നുമില്ലെങ്കിലോ? ആ, ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. ആ തള്ളക്കും ശുക്കൂറിനും ദേവയ്ക്കും വട്ട. വെറും വട്ടല്ല, മുഴുവട്ട്. പൊടിനാറി നോക്കാലിയെ ഞങ്ങൾക്ക് ഭ്രാന്തെന്ന് പറയിച്ചാരടി. ഞാൻ ഇതും പറയും, അതിനപ്പുറവും പറയും. അതൊക്കെ ചോദിക്കാൻ നീ ഏതടാ കുണ്ടാമണ്ടിക്കളയാ? ഓ പണ്ടാരങ്ങളെ, ഒന്ന് നിർത്തുവോ ഇത്? ഒന്ന് പറഞ്ഞ രണ്ടാമതിന് അടി വെച്ചോളൂ. നിങ്ങൾ അടി വെക്കാനാണോ കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്നത്? ഈ നായി പോലത്തോളം പിന്നെ ഇങ്ങനെ തൊള്ള തോന്നിയെ കണ്ടു പറയലേ. ഇവന് നട്ടപ്രാന്ത. ഇവനെ ഡോക്ടറെ കാണിക്കണം. ആടി നായി, അന്നവിടെ കാണിക്കല്. ഞാൻ അവിടെ പോയി കാണിച്ചോളാം. അല്ലേ പിന്നെ എന്റെ ഈശ്വര, ഇവറ്റോട് രണ്ടും കൂടെ എന്താ ഈ പറയുന്നേ? ഇതേ നോക്ക്, നിങ്ങളുടെ ഡിസ്കഷൻ ഒക്കെ കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാൽ മതി. ഞാൻ പോവാ. ദേവാ ഒന്ന് നിക്കടി. എന്തിനാ ഇവരുടെ അടി കാണാനോ? ഇത് പുതിയ കാര്യമൊന്നും അല്ലല്ലോ. ഞാനേ 5-6 വർഷമായിട്ട് ഇത് തന്നെയാ കണ്ടോണ്ടിരിക്കുന്ന. ദേവാ, കാം ഡൗൺ. നീ ഒന്ന് പോയടി. മോളെ, ആ നിങ്ങളുടെ പണിയൊക്കെ നടക്കുന്നുണ്ടോ? ഏ അല്ല, നിങ്ങളിവിടെ എന്തോ പണിയെടുക്കാൻ വന്നതല്ലേ? അത് ഞങ്ങള് റിസർച്ച്. ഇങ്ങനൊന്നും പറഞ്ഞ എനിക്ക് തിരിയില്ല. മോളി പാന്റും കുപ്പായൊക്കെ ഇടുള്ളൂ. അതെ. മോൾക്ക് സാരി ചുറ്റിയ നല്ല അഴകായിരിക്കും. അല്ലെങ്കിൽ ധാവണി നല്ല മേനിയ. ദേവ, താനിവിടെ എന്ത് ചെയ്യാ? രുദ്രേട്ട, ഇവര് തമ്പുരാൻകുട്ടി എപ്പോ വന്നു? ഞാനിന്ന് വെളുപ്പിനെത്തി. ആണോ? എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അയാളെന്താ നിന്നോട് പറഞ്ഞേ? രുദ്രേട്ടൻ നിന്നോട് പറഞ്ഞില്ലേ? അത് തന്നെ അയാളും പറഞ്ഞേ. എന്ത്? സാരി ചുറ്റിയാൽ കൊള്ളായിരിക്കും പറഞ്ഞില്ലേ? അത് തന്നെ അയാളും പറഞ്ഞേ. ദേവ, അല്ലാണ്ട് ഇവരോടൊന്നും സംസാരിക്കണ്ട. അതെന്താ? എന്താന്നോ, ദേവയ്ക്ക് പല പുരുഷന്മാരുടെയും സ്വഭാവം അറിയാത്തതുകൊണ്ടാ ഇങ്ങനെ ചോദിക്കുന്നേ. അയ്യേ, അതിന് അവർക്ക് എന്റെ അച്ഛന്റെ പ്രായം ഉണ്ടാവുമല്ലോ. അച്ഛന്റെ പ്രായമായാലും അച്ഛന്റെ പ്രായമായാലും ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി. അതിന് രുദ്രേട്ടൻ പറയുന്നത് കേൾക്കാം. ഞാൻ രുദ്രേട്ടന്റെ ആരാ? ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി കേൾക്കുന്നതും കേൾക്കാതിരിക്കുന്നതൊക്കെ നിന്റെ ഇഷ്ടം. ഇതെന്താ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടത്? ഇത് ദേവ, ഓ എന്റെ പൊന്നു രുദ്ര, അവളിങ്ങനെ ഓർത്ത് കിടക്കല്ലേ? ഈശ്വര, ഉറങ്ങാൻ കിടക്കുമ്പോ പോലും അവളെയാണല്ലോ. ഓ രുദ്ര, വേണ്ട, നീ കുറച്ച് ഓവറാവുന്നുണ്ട്. ഷേ, പ്ലീസ് എന്നെ ചെയ്യരുത്. വേണ്ട. കാത്തിരിക്കാൻ പറ്റില്ല.
പാട്ട് പാടുന്നു. ഉന്മടി മേലെ ഒരിടം വേണ്ടും ദേവയോ? മാർഗഴി ഉന്മടി മേലെ ഒരിടം വേണ്ടും. ആഹാ, താനൊരു സിംഗറാണല്ലേ? രുദ്രേട്ടനോ? ഏയ് അങ്ങനെയൊന്നുമില്ല, ഞാൻ ചുമ്മാ ഇങ്ങനെ മൂളും, അത്രേ ഉള്ളൂ. ഇതാണോ മൂളെന്ന് പറഞ്ഞേ? ദേവ, അമേസിംഗ്, റിയലി അമേസിംഗ്. ഐ റിയലി ലൈക്ക് യുവർ വോയിസ് ആൻഡ് സൗണ്ട്. എന്തൊരു രസമായിട്ടാണ് താൻ പാടുന്നത്. അല്ല, സാരി, ഓ ഗോഡ്, ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. താനൊക്കെ മാറിപ്പോയല്ലോടോ. എന്താ ഒരു സാരിയൊക്കെ എടുത്തോണ്ട്? അതെ, ആ റൂമില് ഒരുപാട് സാരികളുണ്ട്. അപ്പൊ അത് കണ്ടപ്പോ എനിക്കൊരാഗ്രഹം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാലോ എന്ന്. കൊള്ളാമോ? ഹേയ് ദേവ, ഇതെന്തൊരു ചോദ്യമാണോ? യു റിയലി ലുക്ക് ലൈക്ക് എ ദേവി. വെരി നൈസ്. താങ്ക് യു. അല്ല ദേവ, താനെന്താ ഈ സമയത്ത് ഇവിടെ നിൽക്കുന്ന? ഓ, അത് എനിക്ക് ഉറക്കം വന്നില്ല. അപ്പോഴാണ് ഞാൻ ഈ സാരിയൊക്കെ കണ്ടത്. അപ്പോൾ അതും എടുത്തുകൊണ്ട് ഒന്ന് ചുമ്മാ ഇവിടെ വരെ. ഓ, നല്ല തണുപ്പൊക്കെ ഉണ്ട്. താൻ പോയി കിടന്നോ? ചുമ്മാ അസുഖം വരും. ഏയ്, എനിക്കതൊന്നും പ്രശ്നമില്ല. പിന്നെ രുദ്രേട്ടൻ പോയി കിടന്നോ? അല്ല, നീ ഇവിടെ ഒറ്റയ്ക്ക്? ഹേയ്, നോ പ്രോബ്ലം. രുദ്രേട്ടൻ വരുന്നത് വരെ ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ നിന്നെ. എന്നാലും വേണ്ട, നീ പോയി കിടന്നോ. ഇനിയിപ്പം ഇവിടെ ഇങ്ങനെ ടൈം ഒരുപാടായില്ലേ. നീ ചെന്ന് കിടക്ക്. ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ദേവാ, ഈശ്വര, ഇവളെന്നെ കൊണ്ടേ പോവും. എന്തൊരു ഗ്ലാമറാ. ഷോ, എന്താ രുദ്ര, പ്രേമാണോ? ഓ മൈ ഗോഡ്, കണ്ണടച്ചാലും തുറന്നാലും ഒക്കെ ഇത് തന്നെ. ഞാൻ എന്താ ഇനി ചെയ്യണ്ടേ? എൻ്റെ ഈശ്വര, നീ തന്നെ ഒന്ന് പറഞ്ഞതാ. എന്തായാലും ഇത്രയും ഗ്ലാമറുള്ള ഒരു പെണ്ണിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പക്ഷേ ഓ, തട്ടത്തിമറയത്തൊക്കെ കയറി വരുന്നല്ലോ. എവിടെന്നാടി പാട്ട്? പാട്ട് അറിഞ്ഞൂടാ. നല്ല രസമുണ്ടല്ലേ കേൾക്കാൻ. പറയാതെ എണീറ്റ് പാടി. ഈ കൊച്ചു ഉറപ്പം കാലത്ത് തന്നെ ഇടുന്നാണ് ഗാനാലാപനം. ദേവ, എന്തിനാണ് ഇത്ര എക്സൈറ്റ്മെന്റ് ഒക്കെ ഇട്ട് വരുന്നത്? ദേവന് ചാതിയായിട്ടാണ്. എടാ തെണ്ടി, ദേവയാണ് പാട്ട് പാടുന്നേ. ഏയ്, അതൊന്നും ചാൻസിക്ക്. അങ്ങോട്ട് നോക്കടാ തെണ്ടി. എന്താ ദേവ, പാട്ട്, സാരി, ഇത്ര നേരത്തെ നോക്കണേ? ഇതൊക്കെ എന്താടാ? ദൈവത്തിനെ അറിയൂ, പിന്നെ നോക്കും. ജിത്തു, ശുക്കൂറെ, നിങ്ങളിത് കണ്ടില്ലേ? കണ്ടു. നീ നെട്ടാൻ പറയരുത്. ഒരു വട്ടം നെട്ടിയതാണ്, നീ നെട്ടാൻ വെച്ച. സാരിയും നേരത്തെ എണീക്കുന്നതൊക്കെ പോട്ടെ, പക്ഷെ പാട്ട്, ഒരു മൂളിപ്പാട്ട് പോലും പാടാത്ത പെണ്ണാ. ഇല്ലാത്ത കഴിവൊക്കെ അങ്ങനെ പെട്ടെന്ന് പൊട്ടി മുറിച്ചു വരുമോ? ഇതെന്താ കുക്കുംബർ സിറ്റിയോ? നിങ്ങളൊക്കെ എന്താ എന്നെ ആദ്യമായിട്ട് കാണുന്ന പോലെ നോക്കുന്നേ? എല്ലാം നിനക്ക് ഇവിടുന്ന് ഈ സാരി കിട്ടിയേ? സാരിയോ? അത് എടി, ഞാൻ കിടക്കുന്ന റൂമിലുണ്ട് ഒത്തിരി സാരി. അല്ല, അപ്പൊ ആരാ സാരി ഉടുപ്പിച്ചെന്നേ? അതൊക്കെ എങ്ങനെ ഉടുപ്പിച്ചായിരുന്നേ? ഞാൻ ഒറ്റ കൊടുത്തതാ. ഇത്രയും വൃത്തിയായിട്ട് നീ, ഈ പ്ലീറ്റ്സ് ഒക്കെ എന്തൊരു വൃത്തിയായിട്ടാ നിൽക്കുന്നേ. അയ്യേ, ഇത് ഞാൻ വിശ്വസിക്കില്ല. നീ വേണേ വിശ്വസിച്ചാ മതി. എന്റെ പൊന്നു ഗോപു, പിന്നെ നിന്റെ കുഞ്ഞമ്മണ്ടോടി ഇവിടെ വന്ന് അവൾക്ക് പ്ലീറ്റ്സ് എടുത്തെടുക്കാനായിട്ട്? അവൾ ഒറ്റയ്ക്ക് ചെയ്തതായിരിക്കും. അല്ല, എന്നാലും സാരി കൈ കൊണ്ട് തൊടാത്ത ഇവള്, സാരിയും ചുറ്റി മൂളിപ്പാട്ട് പോലും പാടാത്ത ഇവള് പാട്ടും പാടി. ഇതൊക്കെ എന്തൊക്കെയാ ഇത്? എനിക്കിതൊന്നും കണ്ടു നിൽക്കാനുള്ള ത്രാണിയില്ല. ദേവ, പാട്ട് കൊള്ളായിരുന്നു. താങ്ക് യു. ഇത് കണ്ടോ, പാട്ട് കൊള്ളാന്നുണ്ടെങ്കിൽ കൊള്ളാന്ന് പറയണം, അല്ലാതെ അവള് പാട്ട് പാടി സാരി ചുറ്റി. ഓ, എന്തൊക്കെ കേൾക്കണം. ഇവൾക്കെന്താ? എന്ത്? അവള് പറഞ്ഞതിലും കാര്യമില്ലേ? അവൾ ഇത്രയും നന്നായിട്ട് പാട്ട് പാടുമ്പോൾ നമ്മളൊന്ന് പ്രശംസിക്കുക പോലും ചെയ്യാതെ ഇവിടെ ഇരുന്ന് അവൾ എങ്ങനെ പാട്ട് പാടിയെന്ന് ആലോചിക്കായിരുന്നു. ശരിയാ, നമ്മൾ ചെയ്തത് തെറ്റാ. പിന്നല്ല ദേവാ, പിന്നെ പാട്ട് അടിപൊളിയായിരുന്നേ. പിന്നെ നീ ഒന്നും വിചാരിക്കണ്ട, നിന്റെ വായിന്ന് ഒരു മൂളിപ്പാട്ട് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല ഇന്നേ വരെ. അതിന്റെ ഒരു ഷോക്കിൽ ഇങ്ങനെ ഇരുന്ന് പോയതാ.
ഓ ഇറ്റ്സ് ഓക്കെ. എന്നാൽ ഇവൾക്ക് ഇതെന്ത് പറ്റി? ഞാനിപ്പോ അതന്നെയാണ് ആലോചിക്കണത്. ഓൾക്ക് ഇനി തലക്കാരൊക്കെങ്കിലും അടി കിട്ടിട്ട് തലച്ചോറെണ്ണം തിരിഞ്ഞു. ആ തലച്ചോറെന്ന് പറഞ്ഞപ്പോഴാ ഇവിടെ ചോറായോ എന്തോ. ഈ മജ്ജത്തിന് ഞാൻ ശ്രീകുട്ട ഇവിടെ ഞാൻ പറ്റി ഞാൻ കൊല്ലു. മുണ്ടാതിരിക്കാൻ പറഞ്ഞു. ഇവിടെ ആനക്കാരും വരുമ്പോഴാണ് അവൻ്റെ ഒരു ചേനക്കാരും. ഹായ്, ചേനക്കറിയും ചോറും നല്ല കോമ്പിനേഷനാ. പപ്പടം പൊരിച്ചതും വേണ ഒരു മുട്ട പൊരിച്ചതും സൈഡിൽ കുറച്ച് കടുമാങ്ങാച്ചാറും വെണ്ടക്കത്തോരനും. ഓ എന്റെ പൊന്ന, വേറെന്ത് വേണം? വല്ലാ കൂവത്ത. ശ്രീകുട്ട ഈ ദജ്ജാലിനെ ഇവിടുന്ന് വിളിച്ചോണ്ടേക്കാ, അല്ലെങ്കിൽ അവിടെ ചെറിയ അടിച്ച് ഞാൻ പൊട്ടിക്കും. നമ്മൾ വരുമ്പോ ഇതെന്തോ ഒരു ശാന്തമായിട്ടുള്ള സ്ഥലമായിരുന്നറിയോ. നമ്മൾ വന്നതും ആ ശാന്തത തന്നെ നഷ്ടപ്പെട്ട് ഇതൊരു മാതിരി കലപില കാക്കക്കൂട്ടത്തിൽ കണ്ടിട്ട പോലെ. ഓ എനിക്ക് മടുത്ത് കേട്ട് ഈ റിസർച്ചും കഴിഞ്ഞൊന്ന് പോയി കിട്ടിയാൽ മതി ഇവിടുന്ന്. നമ്മൾ വന്ന കാര്യം മാത്രം നടക്കുന്നില്ല, ബാക്കിയെല്ലാം നടക്കുന്നുണ്ട്. അയ്യോ, അത് പറഞ്ഞപ്പോഴാ ദേവ ഇങ്ങോട്ട് വിളിച്ചേ. നിങ്ങൾ എന്തിനാ വിളിച്ചേ? എടി, നമുക്ക് ഇന്നെങ്കിലും വർക്ക് തുടങ്ങണ്ടേ? അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ആ വൃദ്ധയെ കാണാൻ വരുമോ? ഇനിയിപ്പോൾ അതല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് അവരെ പോയി കാണാം. കിട്ടിയ ഹയറ്, ഇല്ലെങ്കിൽ കയറ്. അത് അന്നെ പോലത്തെ മനസ്സിലാവൂല. എനിക്കറിയായിരുന്നു നിങ്ങൾ എന്നെ തേടി ഇങ്ങോട്ട് വരുമെന്ന്. ഈ തള്ളെന്തിനാ വെറുതെ ചിരിക്കണേ? എനിക്ക് പേടിയാവുന്നടാ. പേടിക്കല്ലേ, എന്തേലൊക്കെ ഒന്നുണ്ടാവും. ഹേയ് നന്ദു, എനിക്ക് നല്ലോണം പേടിയാവുന്നുണ്ട്. ഇവർക്ക് ശരിക്കും ഭ്രാന്താണെന്നാ തോന്നുന്നത്. എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നേ? ഇവിടെ ആരെങ്കിലും കോമഡി എല്ലാം പറഞ്ഞോ? നീ ഇങ്ങനെ പേടിക്കാതെടി, ദേവയില്ലേ നമ്മുടെ കൂടെ. മുഹീദ്ദീൻ, എന്തിനാണ് ഈ തള്ള ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഇങ്ങനെ ചിരിക്കണേ? മനുഷ്യന്മാരെ പേടിപ്പിക്കാൻ വേണ്ടിട്ട്. അയ്യോ, ഈ തള്ളയുടെ ചിരി കേട്ടിട്ട് എനിക്കാണെങ്കിൽ മുള്ളാ മുട്ടണ്. മുണ്ടായിരിക്കട പന്നി, ഈ നേരത്താണ് അവൻ്റെ ഒരു മുള്ളല്. 3 തലമുറകൾക്കപ്പുറം പേരാൽ പഞ്ചമിയിലെ ഏറ്റവും വലിയ നിലയം, പ്രേരാഗിക നിലയം. ചെക്കാട്ട് ബാലചന്ദ്രൻ സ്നേഹിച്ച് കല്യാണം കഴിച്ചതായിരുന്നു രാഗിയെ. അവർക്ക് 2 പേർക്കും ഒരു കുഞ്ഞ് പിറന്നു, ഭദ്രാദേവി. എന്നാൽ ഭദ്രയുടെ ജനനവും രാഗിയുടെ മരണവും ഒരുമിച്ചായിരുന്നു. ഒരമ്മയില്ലാത്ത കുറവ് ഒരിക്കൽ പോലും ഭദ്രാദേവി അറിഞ്ഞിരുന്നില്ല. അമ്മയുടെയും അച്ഛന്റെയും എല്ലാം സ്നേഹവും ബാലചന്ദ്രനാണ് ഭദ്രയ്ക്ക് കൊടുത്തിരുന്നത്. പക്ഷെ അവിടെയും വിധി അവരെ തോൽപ്പിച്ചു കളഞ്ഞു. ഒരു കാർ ആക്സിഡന്റിൽ ബാലചന്ദ്രനും പോയി. അതോടെ ഈ പ്രേരാഗിക നിലയവും ഭദ്രയും തനിച്ചായി. തന്റെ അച്ഛന്റെ അന്യനായ രാമചന്ദ്രനും ഭാര്യയും തന്നെ ഇനി നോക്കിക്കോളാമെന്നും പറഞ്ഞ് നിലയത്തിലേക്ക് താമസം മാറി. തനിക്കുള്ള ചതിക്കുഴിയാണ് ഇതെന്നറിയാതെ ഭദ്ര അവളൊരു അതീവ സുന്ദരിയായിരുന്നു. വളരും തോറും അവളുടെ സൗന്ദര്യവും വളർന്നുകൊണ്ടേയിരുന്നു. ആരും കൊതിച്ചു പോകുന്ന മേനിയും അഴകും, മൊത്തത്തിൽ പറഞ്ഞ ഒരു വെണ്ണക്കൽ ശില്പം തന്നെ. അതുകൊണ്ട് തന്നെ ഒരുപാട് കഴുകൻ കണ്ണുകളും അവൾക്ക് ചുറ്റും അലയുന്നുണ്ടായിരുന്നു. അമ്മ രാഗിയെ പോലെ തന്നെ സംഗീതജ്ഞയായിരുന്നു ഭദ്രയും. ഭദ്രയിൽ നിന്നും സംഗീതം പഠിക്കാൻ കുട്ടികൾ, വലിയവർ എന്നിങ്ങനെ വ്യത്യാസമില്ലാതെ ഒരുപാട് പേര് വരുമായിരുന്നു. സംഗീതം പഠിക്കാൻ വന്ന കൂട്ടത്തില് ഒരു ചെറുപ്പക്കാരൻ വാസുദേവ്, സുന്ദരനും സുശീലനുമായ ഒരു കൗമാരക്കാരൻ. പ്രായത്തിന്റെ കുസൃതിയോ വിധിയോ എന്തായാലും അവരടുത്തു. ആ അടുപ്പം പതിയെ പ്രണയമായി മാറി. സംസാര കേന്ദ്രം. ഇവരുടെ പ്രണയമറിഞ്ഞ രാമചന്ദ്രൻ ഭദ്രയെ ബലമായി മുറിയിൽ പൂട്ടിയിട്ടു. പേരാൽ ഉത്സവത്തിന്റെ അന്ന് രാത്രിയിലാണ് ഭദ്രയും വാസുവും അവസാനമായി കാണുന്നത്. ഭദ്രയെ സംബന്ധം ആലോചിച്ചു വന്ന കുമാരൻ പണിക്കർക്ക് വെറും മകളാവാൻ മാത്രം പ്രായമുള്ള ഭദ്രയെ ഒരു ദയയും ദാക്ഷിണ്യവും കൂടാതെ രാമചന്ദ്രനും തന്റെ ഭാര്യയും ചേർന്ന് ബലമായി കല്യാണം കഴിപ്പിച്ചു വിട്ടു.
ഭദ്രയുടെ പേരിലുള്ള സർവ്വ സ്വത്തുക്കളും ഈ പേരാഗിക നിലയവും അവർ കൈയടക്കി. കുമാരൻ പണിക്കരുടെ 7ാമത്തെ ഭാര്യയായിരുന്നു ഭദ്ര. തന്റെ അച്ഛനാവാൻ പ്രായമുള്ള ഒരാളെ അവൾക്കൊരിക്കലും ഭർത്താവായി അംഗീകരിക്കാൻ കഴിയില്ലായിരുന്നു. മാത്രവുമല്ല, വാസുദേവനോടുള്ള തന്റെ പ്രണയവും ഒരിറ്റുപോലും കുറഞ്ഞിരുന്നില്ല. കല്യാണ ദിവസം രാത്രി തന്നെ കീഴ്പ്പെടുത്താൻ അനുവദിക്കാത്തതിന്റെ പേരിൽ കുമാരൻ പണിക്കർ നിലവിളക്കെടുത്ത് ഭദ്രയെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഭദ്രയുടെ മരണവാർത്ത അറിഞ്ഞ വാസു സ്വയം ജീവനെടുക്കുകയും ചെയ്തു. പിന്നീട് ഈ നിലയത്തിൽ ആർക്കും മനസമാധാനത്തോടു കൂടി അന്തിയുറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. തെക്കേക്കാവിലെ പണിക്കരെ കൊണ്ടുവന്ന് പൂജകളും മറ്റു കർമ്മങ്ങളും ചെയ്ത് ഈ പ്രേരാഗിക നിലയത്തിന്റെ തെക്കേ വശത്ത് കാണുന്ന പൊട്ടക്കിണറ്റിൽ ആത്മാവിനെ ആവാഹിച്ചു വെച്ചു. തെക്കേക്കാവിലെ പണിക്കര് പറഞ്ഞതുപോലെ 3 തലമുറകളായി അതിനൊരു കോട്ടവും സംഭവിച്ചില്ല. എന്നാൽ ഇന്നും അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അമ്മേ, ഈ തള്ള എന്താടാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇനി പറയുന്നതിൽ കാര്യം ഉണ്ടാവോ? അയ്യോ, ഞാൻ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ടാ തള്ള പറയുന്നത് മുഴുവൻ കേട്ടിരുന്ന. ഇനിയിപ്പോ പറയുന്ന പോലെ കർത്താവേ, എന്നെ മാത്രം നോക്കണേ. നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഞാൻ ആരും മെഴുകുതിരി കത്തിച്ചോളാമേ. ഈശ്വര, ദേവി, ഗണപതി, പടച്ചോനെ, അള്ളാ കാത്തോണേ. അല്ല, ദേവന്റെ അയ്യോ, ദേവനെ കാണാനല്ലോ? കാണാനില്ലല്ലോ, നാവൊക്കെ മുളുക്കുക. അയ്യോ, അവളിനി പേരം പിടിച്ചാണോ? മിണ്ടാതിരിപ്പാന്റെ പുല്ലേ. ഈശ്വര, അവൾ ചെങ്ങോട്ടാ പോയേ ഒന്നും പറയാതെ. അയ്യോ, ഈ പിള്ളേരുടെ അടുത്ത് നമ്മൾ ഒറ്റക്കിട്ട് അവള് പോയി. ആകെ ഉണ്ടായിരുന്ന ധൈര്യം അവളായിരുന്നു. ഇപ്പൊ അതും പോയി കിട്ടി. ഈ തലങ്ങനാണ് ഇങ്ങനെ നോക്കണേ. അവള് പോയി ചെയ്യാനുള്ള കർമ്മങ്ങളും ചെയ്തു. കർമ്മങ്ങളോ? അവളെങ്ങോട്ടാ പോയെന്നറിയോ? നിലയത്തിലോട്ട്. നിലയത്തിലോട്ടാ പോയെന്ന്? ഓ, ഞങ്ങൾക്ക് ചെവി കേക്കാം. നടക്ക്. അൽഹംദുലില്ലാ, ജീവൻ കിട്ടിയത് ഭാഗ്യം. വേഗം നടക്ക് പിള്ളേരെ. നടക്കല്ലടാ. ഓ, ചെവിയും കേട്ടൂടെ കണ്ണും കണ്ടൂടെ. ഒരു ടോർച്ച് എടുത്ത് വന്നാൽ മതിയായിരുന്നു. ഇനിയിപ്പോ അതിന്റെയും കൂടെ കുറവേ ഉള്ളൂ. എല്ലാവരും നോക്കി വേണ്ടൊക്കെ നടക്ക്. താര, എന്താ ഇവിടെ? നിങ്ങൾ എവിടെയായിരുന്നു? ഇവിടെ ആ രാമൻ മരിച്ചു. അയ്യോ, എന്തു പറ്റിയതാ? അറിഞ്ഞൂടാ. ഇവിടെ നിലവറയുടെ അടുത്ത് മരിച്ച നിലയിലാ കണ്ടത്. ഇപ്പൊ കുറച്ചു മുന്നേ അച്ഛനോട് സംസാരിച്ച് പോയതേ ഉള്ളൂ. എന്താ പറ്റിയെന്ന് അറിഞ്ഞൂടാ. നിങ്ങൾ എവിടെ പോയത്? അതെ, ഞങ്ങളീ തള്ള അതെ, ഞങ്ങൾ റിസർച്ചിന് വേണ്ടിട്ട് പുറത്തുനിന്ന് പോയതായിരുന്നു. ഇനി ആരും പുറത്തൊന്നും പോകണ്ട കേട്ടോ. ചിലപ്പോ പോലീസ് വരാൻ ചാൻസ് ഉണ്ട്. പോലീസോ? എന്തിന്? മരണക്കാരനെ അറിയില്ല, അതുകൊണ്ട് ചിലപ്പോ വരാൻ ചാൻസ് ഉണ്ട്. ആണോ? നിങ്ങളെല്ലാരും കൂടെ എവിടെ പോയതാ? അത് ഞങ്ങൾ പറഞ്ഞില്ലേ, പുറത്തൊന്ന് പോയതാ. ഈ റിസർച്ചുമായി ബന്ധപ്പെട്ട് വല്ലതും കിട്ടുമെന്ന് നോക്കാനായിട്ട്. എന്നിട്ട് കിട്ടിയോ? ഇല്ല. ദേവ, നീ അവിടെ നിന്ന് എങ്ങോട്ട് ഇറങ്ങിപ്പോയി ഞങ്ങളോടൊന്നും പറയാതെ? അത് എനിക്ക് ബോറടിച്ചു. അപ്പോ ഞാനിങ്ങ് ഇറങ്ങിപ്പോന്നു. എനിക്കൊന്ന് പറഞ്ഞോണ്ട് നിനക്ക്, മനുഷ്യനെ വെറുതെ തീറ്റിക്കാനായിട്ട്. ദേവാ, രുദ്രേട്ടാ, നീ ഇതെന്താ ചിന്തിച്ചു നിൽക്കുന്നേ? ഒന്നുമില്ല. രുദ്രേട്ടൻ എന്തിനാ വിളിച്ചേ? ചുമ്മാ. അവർക്ക് എന്താ പറ്റിയതാ രുദ്രേട്ടാ? അറിഞ്ഞൂടാ. ഇപ്പൊ കുറച്ചു നേരം മുന്നേ ചെറിയച്ഛനോട് സംസാരിച്ചങ്ങ് പോയതേ ഉള്ളൂ. പെട്ടെന്ന് എന്താ പറ്റിയെന്ന് അറിഞ്ഞൂടാ. മൂക്കിലൂടെ ഒക്കെ ബ്ലഡ് വന്നിട്ടുണ്ട്. കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു മക്കളെ, ഇനി എല്ലാവരും പോയി കിടന്നോളൂ. അച്ഛാ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്തായിരുന്നു? ഹാർട്ട് അറ്റാക്കാ. അല്ല, ഹാർട്ട് അറ്റാക്ക് വരുമ്പോ ഈ മൂക്കിലൂടെ ബ്ലഡ് വരുമോ? ശരിയാ, അങ്ങനെ വരുമോ? ഞാൻ ഫസ്റ്റ് ടൈമാ കേൾക്കുന്നേ. ഇനി ഈ ചർച്ച മതി, എല്ലാവരും പോയി കിടന്നോളുക. വല്യമ്മ, അയ്യോ, താര, വല്യമ്മ എണീക്കുന്നില്ല. അയ്യോ, എന്ത് പറ്റി? വല്യമ്മ എണീക്ക്. നീ പോയിട്ട് അമ്മയെ വിളിച്ചിട്ട് വാ. അമ്മ, ശരത്തെ കരയല്ലേ? എന്റെ ഭഗവതി, എന്താ ഇവിടെ നടക്കുന്നത്? ഇതിപ്പോ 2 മരണം. എനിക്കെന്തോ പേടിയാവുന്നേട്ടാ. അനർത്ഥങ്ങളാണല്ലോ സംഭവിക്കുന്നത്. ഇനി തെല്ലും സമയം കളയാനില്ല.
പണിക്കരെ വിളിക്കാൻ സമയമായിരിക്കും. മഹി, ഇനി സമയം കളയണ്ട, പണിക്കരോട് ഇങ്ങോട്ട് വരാൻ പറയാ. ഷെടാ അതിപ്പോ എന്താ കഥ? ഡാ, ആ തള്ള പറഞ്ഞത് ഫുൾ കറക്റ്റ് ആണെന്നാ തോന്നുന്നത്. എന്തോ എവിടെയോ ഒരു തകരാറ് ഫീൽ ചെയ്യുന്നുണ്ട്. സത്യം എനിക്കും തോന്നുന്നുണ്ട്. അവര് ചുമ്മാ പറഞ്ഞതല്ലടാ, അതിലൊക്കെ എന്തൊക്കെയോ കാര്യമുണ്ട്. യാ ഇനി എന്തൊക്കെയാണ് അവ ഉണ്ടാവാൻ പോണത്? അല്ല, ഇനിയിപ്പോ അവര് പറഞ്ഞതുപോലെ ആത്മാവ് വന്നെന്ന് വിചാരിക്കാം. പക്ഷെ പാവ ആൾക്കാരൊക്കെ എന്തിനാ ആത്മാവ് കൊല്ലുന്നേ? ആ ശരത്തേട്ടന്റെ അമ്മയൊക്കെ ഒരു പാവമായിരുന്നു, ശരിയാ. എന്നാലും കുറച്ചൊക്കെ റഫായിട്ട് സംസാരിച്ചത് രുദ്രേട്ടന്റെ അമ്മയാ. അത് ശരിയാ. പിന്നെ എന്താ ഇതിങ്ങനെ? അല്ല, ഇവരിപ്പോ തെറ്റ് ചെയ്തോ ഇല്ലയോന്ന് നമുക്കെങ്ങനെ അറിയാം? അന്ന് ദേവയുടെ അമ്മ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നില്ലേ? മുൻജന്മത്തിൽ നമ്മൾ ചെയ്ത പാപം പുനർജന്മത്തിൽ നമ്മളെയും കൊണ്ടേ പോകുന്നു. അല്ലടി, നിങ്ങൾ ഇത് പറയുമ്പോ എനിക്ക് ചെറുതായിട്ടൊരു ഡൗട്ട്. ആ തള്ള പറഞ്ഞ ഭദ്രാദേവിയുടെ കഥയില് അവളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാനായിട്ട് കൂട്ടുനിന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നില്ലേ? ആ തള്ളയുടെ പുനർജന്മം ആണെങ്കിലോ ഇപ്പോ ഈ ശരത്തേട്ടന്റെ അമ്മ? അങ്ങനെയൊക്കെ ഉണ്ടാവോ? അല്ല, ചിലപ്പോ ആണെങ്കിലോ? അയ്യോ, അങ്ങനെയൊക്കെ ഉണ്ടാവോ? ചിലപ്പോ ഉണ്ടാവും. അയ്യോ, ആ ഭദ്രകാളിയാ അല്ല ഭദ്രാദേവീനെ നിലവിളക്കുമായിട്ട് ഒരാൾ അടിച്ചു വന്നില്ലേ? അയാളുടെ പുനർജന്മം എങ്ങാനും നമ്മളുടെ ആരുടെങ്കിലും ഒക്കെ ആണെങ്കിലോ? എന്റേതല്ല, പിന്നെ എന്റേതോ? എന്റേതാണെങ്കിൽ തീർന്നു മോനെ. അടുത്തതായിട്ട് എന്റെ മയ്യത്താണ് ഇവിടെ കാണുക. ഒന്ന് മിണ്ടാണ്ട് പിശാശിക്കളെ, വെറുതെ അനാവശ്യമായിട്ടുള്ള കാര്യം സംസാരിച്ചോണ്ട് നിക്ക. അല്ലാണ്ട് നിനക്ക് പേടിയായിട്ടല്ല. ഒന്ന് മിണ്ടാണ്ട് നിക്ക് ജിത്തു. ഓ, ഇവിടെ നിന്ന് പോയി കിട്ടിയാൽ മതി. ഒരു റിസർച്ചും വേണ്ട, ഒരു തേങ്ങാക്കൊലയും വേണ്ട. അല്ലെങ്കിൽ ഇവര് മരിക്കാൻ കാരണം. ഡാ ജിത്തു പന്നി, നീ ഇനി മിണ്ടരുത്. ഇതെന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തിനാടാ? മതി, ഒരു പ്രേതവും ഭൂതവും പിശാചും കുറെ നേരായി. ഇനി ടോപ്പിക്ക് മാറ്റിക്കേ, ഇതൊന്നും പറയണ്ട. ഇനി നമ്മൾ ആരും വേണ്ടാത്തടത്ത് കയറി സംസാരിക്കാനോ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാനോ പോകണ്ട. എന്റെ ദൈവമേ, ഏത് സമയത്താണോ എന്തോ റിസർച്ച് ഒന്നും പറഞ്ഞ് ചാടി തുള്ളി വരാൻ തോന്നിയേ. ഓ, പറഞ്ഞിട്ട് കാര്യമില്ല, ഇനിയൊക്കെ അനുഭവിച്ചല്ലേ പറ്റൂ. താമര, ഇതെന്താ ഇവിടെയൊക്കെ ഈ ഫ്ലവേഴ്സ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നേ? അത് ഇന്നിവിടെ ഒരു പൂജ നടക്കുന്നുണ്ട്. എന്ത് പൂജയാ അത്? ദുരാത്മാവിനെയും ദുഷ്ടശക്തികളെയും ഒഴിപ്പിക്കുന്ന പൂജയാ. അച്ഛൻ തെക്കേക്കാവിലെ പണിക്കരെ ചെന്ന് കണ്ടിരുന്നു. അപ്പോഴാ അറിയുന്നേ ഇവിടെ എന്തോ നടക്കാൻ പാടില്ലാത്ത അനർത്ഥങ്ങൾ നടന്നിട്ടുണ്ടെന്ന്. ഇവിടെ 2 മരണം നടന്നില്ലേ, അതും ദുർമരണമാണെന്നാ പറയുന്നേ. ദേവ, നമുക്ക് പിന്നീട് സംസാരിക്കാം. പണിക്കരെത്താറായി, കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്തു തീർക്കാനുണ്ട്. അല്ല താമര, നീ രുദ്രേട്ടനെ കണ്ടായിരുന്നോ? രുദ്രേട്ടനും ശരത്തേട്ടനും കൂടെ പൂജക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ പോയി. എന്താ നീ ചോദിച്ചേ? ഒന്നുമില്ല, ഞാൻ കണ്ടില്ല. അതാ. ശരി, എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. പണിക്കരെ, എന്താ ഇത്? എനിക്കൊന്നും പറയാം. തെല്ലും സമയം കളയാനില്ല. പൂജ ആരംഭിക്കണം. എല്ലാം തയ്യാറാക്കിയിരിക്കണം. അങ്ങോട്ടിരുന്നാട്ടെ. ഇപ്പൊ ഇവിടെ താമസിക്കുന്നവരെല്ലാം പൂജാ സമയത്ത് ഇവിടെ ഉണ്ടാവണം. എല്ലാവരെയും വിളിക്കൂ. ഞാൻ പറയാം. ഇല്ല, എല്ലാവരും വന്നിട്ടില്ല. ഇനിയും ആരൊക്കെയോ വരാനുണ്ട്. വിളിക്ക. ഇനി ആരാ വരാനുള്ളേ? അയ്യോ, ദേവ എവിടെ? എടി, രുദ്രേട്ടനെയും കാണാനില്ല. ഞാൻ പറഞ്ഞല്ലോ, 3 തലമുറകൾക്ക് മുമ്പ് പൊട്ടക്കിണറ്റിലായി ആവാഹിച്ചു വെച്ച ദുരാത്മാവ് സ്വതന്ത്രയായിരിക്കുകയാണ്. അത് ഇവിടെ ആരുടെയോ ദേഹത്ത്. പക്ഷേ എനിക്കതിന്റെ സാന്നിധ്യം അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഇവിടെ ഇനി ആരാ ഇല്ലാത്തത്? അത് ദേവയും രുദ്രേട്ടനോ? ഇങ്ങോട്ട് വിളിക്ക. പൂജാ സമയത്ത് എല്ലാവരും വേണം. അവരെ ഇവിടെ എവിടെയും കാണുന്നില്ല പണിക്കരെ. തെരഞ്ഞു കൊണ്ടുവരിക. അവരും കൂടെ വരാതെ ഈ പൂജ പൂർത്തിയാക്കാൻ കഴിയില്ല. എനിക്ക് ദുരാത്മാവിന്റെ സാന്നിധ്യം മനസ്സിലാവാത്ത സ്ഥിതിക്ക് അവരിൽ ആരുടെയോ ദേഹത്തായിരിക്കും ബാധ. അയ്യോ, നമ്മുടെ ദേവ. രുദ്രേട്ട, ഒന്ന് പെട്ടെന്ന് വാ. ദേവ, നീ ഇതെങ്ങോട്ടാ എന്നെ വലിച്ചോണ്ട് പോകുന്നേ? അവിടെ പൂജ നടക്കുക, എനിക്ക് അങ്ങോട്ട് പോണം. രുദ്രേട്ടൻ ഇല്ലെങ്കിലും അവിടെ ഒരുപാട് പേരില്ലേ പൂജ നടത്താൻ. ഞാൻ ആദ്യമായിട്ട് ഒരു ആഗ്രഹം പറഞ്ഞിട്ട് രുദ്രേട്ടൻ ഇങ്ങനെ. എന്താ നിനക്ക് പറയാനില്ലേ? പറയാനുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പറഞ്ഞൂടെ? നീ എവിടേക്കാ എന്നെ വലിച്ചോണ്ട് പോകുന്നേ? രുദ്രേട്ട, വാ ഇങ്ങോട്ട്. സംസാരിച്ച് നിൽക്കാൻ സമയമില്ല, പെട്ടെന്ന് വാ. അവിടെ നിൽക്കേ. ദേവാ, നിൽക്കാനാ പറഞ്ഞത്. അയ്യോ ദേവ, വാ, ഈ കളത്തിലേക്ക് വന്നിരിക്കേ. എനിക്ക് പോണം.
വാസു വാ 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 വാസു ദേവ നീ എന്തൊക്കെയാ പറയുന്നേ? വാസു വാ വാസു നമുക്ക് പോവാം. നിന്റെ തത്തയല്ലേ വിളിക്കുന്നത്? നമുക്ക് ഈ ജന്മത്തിലേക്ക് ഒന്നിക്കേണ്ട വാസു. ഇവരുടെ കൈ കിട്ടി ഇവരെ നമ്മൾ കളയും വാസു. വാ നമുക്ക് ജീവിക്കണ്ടേ. വാ വാസു. മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപീണി അഗ്രതാ ശിവരൂപായ വൃക്ഷരാജയാധേ നമഃ. പണിക്കരെ ഇനി എന്താ ചെയ്യാൻ പറ്റുക? ബാധ ഒഴിപ്പിക്കണം. ഇവളെ ചില്ലറക്കാരിയല്ല. 3 തലമുറകൾക്ക് മുൻപ് പ്രേരാഗിക നിലയത്തിൽ ചത്തൊടുങ്ങിയത് 2 ജീവൻ. അതിനു പകരം ഇപ്പോൾ തന്നെ 2 ജീവൻ എടുത്തു കഴിഞ്ഞു. പക്ഷേ തീർന്നിട്ടില്ല. പണിക്കരെ ഒന്നും അങ്ങോട്ട് വ്യക്തമായില്ല. ഞാൻ പറയാം. 3 തലമുറകൾക്കപ്പുറം ഈ പ്രേരാഗിക നിലയത്തിലുണ്ടായിരുന്നത് ചെക്കാട്ട് ബാലചന്ദ്രനും ഭാര്യ രാഗിയുമായിരുന്നു. അവരുടെ ഒരേ ഒരു മകൾ ഭദ്രാദേവിയും. ബാലചന്ദ്രന്റെയും രാഗിയുടെയും മരണശേഷം ഭദ്രാദേവിക്ക് അനുഭവിക്കേണ്ടി വന്നത് കൊടും ക്രൂരതകളായിരുന്നു. അതും സ്വന്തം അച്ഛന്റെ സഹോദരനായ രാമചന്ദ്രനിൽ നിന്നും ഭാര്യയിൽ നിന്നും സംഗീതജ്ഞയായ ഭദ്രാദേവിയിൽ നിന്നും സംഗീതം പഠിക്കാനായി എത്തിയ ഒരു ചെറുപ്പക്കാരനുമായി ഭദ്രാദേവി പ്രണയത്തിലായി. വാസുദേവ് ഈ പ്രണയമറിഞ്ഞ രാമചന്ദ്രൻ അവളെ ബലമായി പൂട്ടിയിട്ടു. ഭദ്രാദേവിയെ സംബന്ധം ആലോചിച്ചു വന്ന കുമാരൻ പണിക്കർക്ക് അവളെ വേളി ഒഴിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഭദ്രാദേവിയുടെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളും ഈ രാമചന്ദ്രനും ഭാര്യയും കൈയടക്കി. പക്ഷേ ഭദ്രാദേവിയുടെ മരണം അവരിൽ നിന്നായിരുന്നില്ല, വേളി കഴിച്ച കുമാരൻ പണിക്കരിൽ നിന്നായിരുന്നു. നാം ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാകും, എങ്കിലും വിശ്വസിച്ചേ പറ്റൂ. വാസുദേവിന്റെയും രുദ്രാദേവിയുടെയും പുനർജന്മമാണ് ഈ നിൽക്കുന്ന രുദ്രനും ഈ ദേവയും. പിന്നെ ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലായി മരണപ്പെട്ടവർ, ആ മരണം അവർക്ക് അർഹിക്കുന്നതാണ്. പണിക്കരെ ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. നിനക്കൊന്നും മനസ്സിലാക്കാൻ ഇനിയുള്ള നാഴിക പോരാതെ വരും. ചെക്കാട്ട് രാമചന്ദ്രന്റെ പുനർജന്മമായിരുന്നു ഇവിടെ മരിച്ചുപോയ രാമൻ. അതെ, രാമചന്ദ്രന്റെ ഭാര്യയുടെ പുനർജന്മം ഇവിടത്തെ കസ്തൂരിയും. പണിക്കരെ ഇതൊന്നും വിശ്വസിച്ചേ പറ്റൂ. ഇനി സമയം കളയാനില്ല. എല്ലാവരും വിശ്വാസത്തോടു കൂടി പൂജയിൽ പങ്കെടുക്കുക. അല്ല, ഞാൻ പറഞ്ഞ താമരമാല, അയ്യോ പണിക്കരെ അത് അകത്താ, ഞാൻ പോയി എടുത്തോണ്ട് വരാം. പെട്ടെന്ന് ആയിക്കോട്ടെ. ഈശ്വര, ഒരു അനർത്ഥവും കൂടെ സംഭവിക്കാൻ പോകുന്നല്ലോ. എന്ത് പറ്റി പണിക്കരെ? അവള് രക്ഷപ്പെട്ടു കഴിഞ്ഞു. അടുത്ത കർമ്മം നിർവഹിക്കാനായി അവള് പോയി. അടുത്ത ഊഴം മഹീന്ദ്രനാ. അയ്യോ പണിക്കരെ, എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അവനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം പണിക്കരെ. ഇല്ല രവീന്ദ്ര, എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. സമയം വൈകിപ്പോയി. എനിക്ക് രക്ഷിക്കാൻ കഴിയില്ല രവീന്ദ്ര. വല്യ തമ്പുരാനെ, അവിടെ മരച്ചോട്ടില് മഹീന്ദ്രൻ തമ്പുരാൻ തൂങ്ങിയ നിലയിൽ. അയ്യോ ചതിച്ചോ ദേവി. രവീന്ദ്ര, പൂജ ചെയ്യണം. ഇനി എന്ത് പൂജയാ പണിക്കര്? എന്റെ മഹി. ഇപ്പൊ നടന്ന 3 മരണങ്ങളും മുന്നേ നിശ്ചയിക്കപ്പെട്ടതാണ് രവീന്ദ്ര. അതിനെ തടയാൻ ആർക്കും സാധിക്കില്ല. പൂജ ചെയ്ത് ആവാഹിക്കേണ്ടത് ആവാഹിച്ചു തന്നെ വെക്കണം. അല്ലെങ്കിൽ ഇനിയും ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പൂജ നടക്കട്ടെ പണിക്കരെ. പോ. പോ
പോവാനാ നിന്നോട് പറഞ്ഞേ. നിന്നെ ഉപദ്രവിച്ചവരെ നീ കൊണ്ടുപോകുന്നില്ലേ? ഇനിയും എന്താ നിനക്ക് വേണ്ടത്? അല്ല, ഇത് നിന്റെ വാസുവല്ല, ഇത് രുദ്രനാണ്. വാസുദേവും ഭദ്രാദേവിയുമൊക്കെ 3 തലമുറകൾക്ക് മുമ്പേ മരിച്ചു പോയതാണ്. മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപേണ അഗ്രത ശിവരൂപായ വൃക്ഷരാജായ ധേ നമഃ. രവീന്ദ്ര, ഈ ആത്മാവിനെ നമ്മൾ ആവാഹിച്ചു വെച്ചിട്ടും ഒരു പ്രയോജനവുമില്ല. അതെന്താ പണിക്കരെ അങ്ങനെ പറഞ്ഞേ? കഴിഞ്ഞ ജന്മത്തിലെ വാസുദേവന്റെയും രുദ്രാദേവിയുടെയും പ്രണയം സാക്ഷാത്കരിക്കാതെ പോയി. അതിനാൽ ഈ ജന്മത്തിൽ അത് നിയോഗിച്ചിരിക്കുന്നത് രുദ്രനെയും ദേവിയെയുമാണ്. എന്നുവെച്ച് ഞാൻ പറഞ്ഞല്ലോ, വാസുദേവന്റെ പുനർജന്മമാണ് രുദ്രനെന്നും ഭദ്രാദേവിയുടെ പുനർജന്മമാണ് ദേവയെന്നും. വാസുദേവന്റെയും ഭദ്രാദേവിയുടെയും പ്രണയം ഇന്ന് രുദ്രനിലൂടെയും ദേവയിലൂടെയും സാക്ഷാത്കരിക്കണം. അല്ലെങ്കിൽ ഇവരുടെ ജീവന് തന്നെ. അയ്യോ പണിക്കരെ, പറയാം. എന്ത് ചെയ്തിട്ടാണെങ്കിലും കുട്ടികളുടെ ജീവൻ ഒന്ന് പണിക്കരെ സഹായിക്കണം. ഇനി ഒന്നേ ചെയ്യാനുള്ളൂ, രുദ്രൻ ദേവനന്ദയെ താലി കെട്ടണം, അതും ഇവിടെ വെച്ച്. അല്ല പണിക്കരെ, ഈ കുട്ടിയുടെ വീട്ടുകാര്? അതൊക്കെ പിന്നീട് ആലോചിക്കാൻ രവീന്ദ്ര. ഒരു താലി കെട്ടേണ്ട കാര്യമല്ലേ ഉള്ളൂ. ഇവരുടെ ജീവൻ രക്ഷപ്പെടുകയാണെങ്കിൽ നമുക്കതല്ലേ വലുത്. ദേവയോടും ദേവയുടെ വീട്ടുകാരോടൊക്കെ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളാം. മോനെ രുദ്ര, അമ്മ മോനോട് സമ്മതമൊന്നും ചോദിക്കുന്നില്ല. ഈ ഒരവസ്ഥയിൽ മോനിതിന് സമ്മതിക്കണം. ഇന്നേ വരെ മോൻ ഇഷ്ടമില്ലാത്തൊരു കാര്യം അമ്മ നിർബന്ധിച്ചില്ലല്ലോ. പക്ഷെ ഇത് ഈ ഒരു അവസ്ഥയിൽ. അമ്മ, എനിക്ക് ദേവയെ നേരത്തെ ഇഷ്ടമാണ്. അതെ അമ്മ, ഞാൻ അവളോട് പറഞ്ഞിട്ട് അമ്മയോട് പറയാന്നാ കരുതിയേ. പക്ഷെ അപ്പോഴേക്കും ഇങ്ങനൊക്കെ. എങ്കിൽ പൂജ ആരംഭിക്കാം. ആത്മാവിനെ ആവാഹിച്ചെടുത്ത അതേ നാഴികയിൽ തന്നെ രുദ്രൻ അവളുടെ കഴുത്തിൽ താടി ചാർത്തണം. വാസ്തുഷ്വതേ പ്രതിജാനേഹ്യസ്വാൻ നമഃ. വൃക്ഷരാജായ ധേ നമഃ. വൃക്ഷരാജായ ധേ നമഃ. വൃക്ഷരാജായ ധേ നമഃ. വൃക്ഷരാജായ ധേ നമഃ. രുദ്രേട്ടാ, എന്താ എന്താ ഇവിടെ? ഏയ് ഒന്നുമില്ല, താൻ കൂളാവ്. എന്താ പറ്റി എനിക്ക്? ജിത്തു, എനിക്ക് എന്താടാ പറ്റിയേ? ഏയ് ഒന്നുമില്ലടി, ഒന്നുമില്ല. നന്ദു, നിങ്ങളൊക്കെ എന്താ എന്നെ ഇങ്ങനെ ഇങ്ങനെ നോക്കുന്നേ? ആരും അടിച്ചു നിൽക്കണ്ട, പേടിക്കണ്ട ആരും. ഇത് നിങ്ങളുടെ പഴയ ദേവ തന്നെയാ. രാധാ രഹസ്യ മധുരൈ മടിയിനിൽ രാധാ രഹസ്യ മധുരൈ മടിയിനിൽ രാധാ രഹസ്യ കാതൽ കണ്ണനിൽ രാധാ രഹസ്യ രാധാ രഹസ്യ മധുരൈ മടിയിനിൽ രാധാ രഹസ്യ മധുരൈ മടിയിനിൽ രാധാ രഹസ്യ കാതൽ കണ്ണ